JRCM. എൻ്റെ പേര് മെർലി ബിജി, എറണാകുളത്ത് താമസിക്കുന്നു. എന്റെ ഇപ്പൊ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. ഹോസ്പിറ്റലുകളിൽ പോയിട്ട് സാറ് പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ ക്ലാസ്സുകളൊക്കെ എടുത്തു കൊടുക്കുക, അങ്ങനെ ചെയ്യുന്ന ഒരു ജോലിയാണിപ്പോ. അപ്പോ RCMൽ വന്നിട്ട് ഏതാണ്ട് ഒരു 8 വർഷം കഴിഞ്ഞു. RCM ഞങ്ങളുടെ കുടുംബത്തിലേക്ക് തന്നത് നോബിൾ സാറാണ്, സ്റ്റാഫുകളായിട്ടുള്ള നോബിൾ സാറാണ്. ഈ സമയം വളരെ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഒപ്പം ഇതില് വളരാനും അതിന്റെ കാര്യങ്ങൾ പഠിക്കാനും വേണ്ടിയിട്ട് ലീഡേഴ്സ് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാ ടോപ്പ് ലെവൽ ലീഡേഴ്സും. കാരണം എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവൂല്ല എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ് പലപ്പോഴും എനിക്ക് തന്നെ എന്നെ തോന്നാറുണ്ട്. പക്ഷെ എന്നാ പറയണ്ടേ, ഏറ്റവും സ്നേഹത്തോടുകൂടി പിടിച്ചു നിർത്തുന്ന RCMന്റെ ആ ഒരു പ്രത്യേകതയാണ്. അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുകയാണ്. കാരണം എങ്ങനെയാണേലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ലീഡേഴ്സിന് ഒത്തിരി നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമില് വരാനായിട്ട് സാധിച്ചതിലും നമ്മൾക്ക് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പങ്കുവെച്ച് ഓരോ കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതിലും വളരെ സന്തോഷം. ഓരോ പ്ലാറ്റ്ഫോമുകളിൽ കൂടിയാണ് നമ്മളുടെ അറിവുകൾ കൂടുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ സ്നേഹബന്ധങ്ങൾ കൂടുന്നത്. അപ്പോ ഇന്ന് ഇപ്പൊ സാറ് പറഞ്ഞു സ്ത്രീകളുടെ ഹെൽത്തിനെ പറ്റി ഒരു ക്ലാസ് എന്ന് പറഞ്ഞു. അപ്പൊ നോർമലി നമ്മൾ സ്ത്രീകളുടെ ഹെൽത്ത് എന്ന് പറയുമ്പോഴത്തേനും ആദ്യം നമ്മൾ ചിന്തിക്കുന്ന തന്നെ അവിടെ വേദന ഇവിടെ വേദന, അല്ലെ? എവിടെ തൊട്ടാലും വേദന, നടുവേദന. ഈ വേദനകളുടെ ഒരു പ്രശ്നം നമുക്ക് നല്ല രീതിയിലുണ്ട്. തേയ്മാനത്തിന്റെ ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഹോർമോൺ ചേഞ്ചിന്റെ ആവാം, പിന്നെ നമ്മൾ വെള്ളം കുടിക്കാതെയൊക്കെ നടന്ന് വരുത്തി വെക്കുന്ന പ്രശ്നങ്ങളാവാം, ആഹാരം സമയത്ത് കഴിക്കാതെ ഉള്ള പ്രശ്നങ്ങളാവാം. ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ സ്വയം വരുത്തി വെക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടോ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. എസ്പെഷ്യലി ഇപ്പൊ നമ്മൾ പറയും വീട്ടിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും നേരം വെളുത്ത് പലപ്പോഴും ഞാൻ കാണാറുള്ളത്, ഈവൻ എന്റെ ഓഫുള്ള ദിവസങ്ങളിൽ ഞാൻ കാണാറുള്ളത് 11 മണി നേരത്താണ് അവർ ബ്രഷ് ചെയ്യുന്നത്. അതായത് അവർ 11 മണി നേരത്തെ എണീക്കണമെന്നല്ല ഉള്ളതല്ല, എല്ലാ പണികളും കഴിഞ്ഞിട്ട് അവര് ഭക്ഷണം കഴിക്കുക. ഇപ്പൊ ന്യൂജനിൽ ഇപ്പം ബ്രഞ്ച് കഴിക്കുക എന്ന് പറയാം. അതായത് 11 മണി വരെ കിടന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റിട്ട് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒന്നിച്ച് കഴിക്കുന്ന ഒരു പരിപാടി. പക്ഷെ അമ്മമാര് വീട്ടില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരും ബ്രഞ്ചാണ് കഴിക്കുന്നത് പല കാലങ്ങളായിട്ട്. അപ്പം അവരെ സംബന്ധിച്ചുള്ള വേദനകളെല്ലാം അവര് സഹിച്ച് അവരുടെ എല്ലാ ജോലികളും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു പലപ്പോഴും. പിന്നെ ജോലിക്ക് പോകുന്നവരാണെങ്കിലും ഒരു ടൈം ടേബിൾ ഉണ്ട്, ശരിയാണ്. പക്ഷെ അതിൽ സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യം, രാവിലെ ഫുഡ് കഴിക്കാതെ ഓടുക. എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി വെക്കും, എല്ലാവർക്കും പാക്ക് ചെയ്യും, മക്കൾക്കുള്ളതൊക്കെ പാക്ക് ചെയ്യും, ബ്രേക്ക്ഫാസ്റ്റ് അവരെ കൊണ്ട് കഴിപ്പിക്കും, പക്ഷെ സ്വയം കഴിക്കില്ല, ഓടേണ്ടി വരും. പിന്നെ ഡ്യൂട്ടി കയറിയിട്ട്, എസ്പെഷ്യലി ഹോസ്പിറ്റൽ ലൈഫ് എനിക്ക് അറിയാവുള്ളൂ, അവിടെയാണെങ്കിൽ പലപ്പോഴും 2 മണി 3 മണി ആവും അടുത്ത ഭക്ഷണം കഴിക്കാനായിട്ട്. അതുവരെ ചിലപ്പോ ഒരു കട്ടൻ ചായ കുടിച്ചെങ്കിലായി. ഇതൊക്കെ സത്യങ്ങളാണ്. ഏറ്റവും നന്നായിട്ട് ഹെൽത്ത് കെയർ കൊടുക്കുന്ന നഴ്സസിന്റെ ഇടയിലുള്ള വലിയൊരു സത്യങ്ങളാണ്, ഞാൻ കണ്ണാലെ കാണുന്ന സത്യങ്ങളാണ് ഇതെല്ലാം. അപ്പോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾക്ക് സ്വയം നമ്മളുടെ സാഹചര്യങ്ങൾ കൊണ്ടോ നമ്മളായിട്ട് വരുത്തി വെക്കുന്നത്, അതിനൊരു പ്രയോറിറ്റൈസേഷൻ കൊടുക്കാതെ പലപ്പോഴും ശരിയായ ഒരു ഫുഡ് ഹാബിറ്റോ ലൈഫ് സ്റ്റൈലോ കൊണ്ടുപോകാതെ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ഇന്ന് പക്ഷെ ഞാൻ ആ ജനറൽ ഹെൽത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ളതല്ല എൻ്റെ ഒരു മെയിൻ. എൻ്റെ ഒരു ചിന്ത പോയത് ഇങ്ങനെയാണ്. ആക്ച്വലി ബിനു സാറുമായിട്ട് സംസാരിച്ചപ്പോൾ സാറ് തന്നെ അത് പറയുകയും ചെയ്തു. നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് അത്ര ഒരു പ്രാധാന്യം തോന്നാത്തൊരു കാര്യം, എന്നാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്ത്രീകളില് ഹാർട്ടിന്റെ ഹെൽത്തിനെ, അതായത് ഹൃദയാരോഗ്യം സ്ത്രീകളിൽ ഒരു പ്രശ്നമാണോ? നമ്മളെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളത്, എപ്പോഴും പുരുഷന്മാർക്കാണ് ഹാർട്ട് അറ്റാക്ക് വരിക, അല്ലെങ്കിൽ ആ ഡിസീസ് കൂടുതൽ ഉണ്ടാവുക, അവർക്കാണ് കൂടുതൽ സർജറികൾ, ബൈപ്പാസ് ചെയ്തു അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറ്. പക്ഷെ 1995 പഠനങ്ങൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അലാം ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു 2020 കഴിയുമ്പോഴത്തേനും സ്ത്രീകളിലും ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹാർട്ടിന് ഡിസീസ് വന്നിട്ട് ഹൃദയാരോഗ്യം അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് അസുഖങ്ങൾ കൂടിയിട്ട് മരണനിരക്ക് കൂടുമെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റഡികളുണ്ട്, പഠനങ്ങളുണ്ട്. പക്ഷെ അതാരും അത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ല. നമ്മളതൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. പഴയ കാലത്ത് ഇപ്പൊ എന്റെ ഒക്കെ കുഞ്ഞിലെ ക്യാൻസർ എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമായിരുന്നു. ആർക്കെങ്കിലും വളരെ റയറായിട്ട് കേൾക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ക്യാൻസറിനെ ചികിത്സിക്കാനായിട്ട് ചിലപ്പോ വെല്ലൂര് അങ്ങനെയൊക്കെ പോകേണ്ടി വരും, ചിലപ്പോ അമല ഹോസ്പിറ്റൽ തൃശ്ശൂര്, പിന്നെ RCC ഇങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടു ക്യാൻസർ എന്നുള്ളതൊരു സാധാ ഒരു അസുഖം പോലെ, അതായത് മിക്കവർക്കും തന്നെ ഉണ്ട്, ആ ഒരു രീതിയിലേക്ക് ആയി കഴിഞ്ഞു.
അതുപോലെ തന്നെയാണ് ഈ ഹാർട്ടിന്റെ ഹെൽത്ത് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരിക സ്ത്രീകൾക്ക് എന്ന് പറയണത് അത്രയ്ക്ക് ഒരു എന്താ പറയുന്ന കോമൺ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ 1995 അതിന്റെ സ്റ്റഡി നടന്നു ഇന്ത്യയിൽ, എസ്പെഷ്യലി സൗത്ത് ഇന്ത്യയിലുള്ള ലേഡീസിന് ഹാർട്ട് ഇഷ്യൂസ് വരൂ എന്നുള്ളത്. അപ്പോ അത് ശരിവെച്ചു. 2021 ഏതാണ്ട് ഒരു 40% സ്ത്രീകളും ഹാർട്ട് ഇഷ്യൂസിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. അത് നമ്മളെ സംബന്ധിച്ച് ഒരുപക്ഷെ നമുക്കത് ചിന്തിക്കാൻ പോലും അപ്പുറമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്നോട് ഇന്നത്തെ ക്ലാസ്സിനോട് എത്ര കണ്ട് യോജിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ഒരു യാഥാർത്ഥ്യമാണ്, സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മളിങ്ങനെ ചിന്തിക്കാൻ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്യാം, അതോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. ആ ഒരു ചിന്തയുടെ കാരണങ്ങൾ നമുക്ക് നോക്കാം. ഇത് ആദ്യം കാണുമ്പോൾ തന്നെ ഞാനെന്തോ നെറ്റ് ഓൺ ചെയ്ത് വെച്ചേക്കണതോ ഞാൻ ഗൂഗിളിൽ കയറി ഇരിക്കണായിട്ട് തോന്നുന്നു. ആക്ച്വലി ഇത് വേറൊന്നുമല്ല, നമ്മൾ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് ലേഡീസിന്റെ ഹാർട്ട് ഹെൽത്തിനെ പറ്റി ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ കാണുന്നതാണ്. ഇത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നേക്കുന്ന ഒരു വാർത്ത ആദ്യമുണ്ട്, ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നേക്കുന്ന വാർത്ത പിന്നെയുണ്ട്, ഹിന്ദുസ്ഥാൻ ടൈംസ്. ഇതൊക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള എന്താ പറയുന്ന മീഡിയാസ് ആണ്. അപ്പൊ അതിൽ തന്നെ ഏറ്റവും അലാമിംഗ് ആയിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. കണ്ടോ, തെളിവുകൾ ഞാൻ നിരത്തിയത്. കാരണം ഞാൻ ആ പറയുന്നതിനോട് എത്ര കണ്ട് എല്ലാവർക്കും യോജിക്കാൻ പറ്റുമെന്നൊരു ഡൗട്ട് ഉള്ളത് കൊണ്ട് ഞാൻ അതൊന്ന് തെളിവ് നിരത്തിയത് ആദ്യമേ. ഇനി അടുത്തത് അതിലെ ഒരു വാർത്തേനെ ഞാനൊന്ന് ജസ്റ്റ് അതിന്റെ കുറച്ച് ഭാഗം ഒന്ന് എടുത്തിട്ടതാണ്. നോക്കിയേ, യങ് വുമണില് നമുക്ക് കാർഡിയാക് ഹെൽത്ത് ഹാർട്ട് ഇഷ്യൂസ് കൂടിക്കൊണ്ടുവരുന്നു. കാരണം നമ്മളുടെ ആധുനിക ജീവിത രീതി അതാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ഒരു എന്നാ പറയണ്ട, പല ആശുപത്രികളിലെയും കച്ചവട തന്ത്രമായിട്ടൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ അല്ല. കാരണം ഇത്രക്കേറെ വരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റഡീസോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വരണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുന്ന കാര്യമല്ല, അല്ലാതെ ആരെയും പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമല്ല. അപ്പോ പഴയ കാലത്ത് പുരുഷന്മാർക്കായിരുന്നു, ആദ്യം നമ്മൾ പറഞ്ഞ പോലെ പുരുഷന്മാർക്കായിരുന്നു ഇഷ്യൂസ് കൂടുതലെങ്കിൽ അതിന്റെ പുറകിൽ ഒരു തിയറി ഉണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പുറകിൽ ഒരു ശാസ്ത്രമുണ്ട്. ലേഡീസിന് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ അവരുടെ ഉള്ളിലുണ്ട്. എപ്പോ പീരീഡ്സ് ആവുന്ന സമയം മുതൽ ഒരു സ്ത്രീയിൽ പീരീഡ്സ് അവസാനിക്കുന്ന കാലഘട്ടം വരെ, ഏതാണ്ട് ഒരു 45-55 ആ ഒരു റേഞ്ചിൽ, ആ വയസ്സ് വരെ അവരിൽ ഒരു ഹോർമോൺ കൂടുതൽ നിൽക്കണ്ട്, ഈസ്ട്രജൻ എന്ന് പറയും. ആ ഈസ്ട്രജൻ എപ്പോഴും വലിയൊരു നമുക്കൊരു കവചമായിരുന്നു. ആ ഈസ്ട്രജൻ ഉള്ളിടത്തോളം നമ്മുടെ ഹാർട്ട് സുരക്ഷിതമായിരുന്നു. ഇപ്പോഴും ഈസ്ട്രജൻ ഇല്ലേ ആ ഒരു പീരീഡ്സ് ആയിട്ടുള്ള സ്ത്രീകളിൽ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ ആ കവചത്തിനെയും തട്ടിത്തരിപ്പണമാക്കുന്ന രീതിയിലുള്ള എന്ത് സംഭവിച്ചു? ആദ്യം എഴുതിയത് എന്താണ്? മോഡേൺ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ആധുനിക ജീവിത രീതി കാരണം എന്ത് പറ്റി? നമ്മൾക്ക് ഈ ഈസ്ട്രജന് പോലും ഈ ഹാർട്ട് ഡിസീസിനെ തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കുന്നില്ല. പലപ്പോഴും പണ്ട് ഡോക്ടേഴ്സ് വാൺ ചെയ്യും, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുമായിരുന്നു രോഗികൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അവയർനെസ് കൊടുക്കുമായിരുന്നു. നിങ്ങൾ 30 തുടങ്ങി 40 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ 45 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ ജീവിത രീതി കൃത്യമല്ലെങ്കിൽ നിങ്ങൾക്ക് പീരീഡ്സ് നിന്ന് കഴിയുമ്പോൾ നിങ്ങളിൽ എല്ലാവിധ രോഗങ്ങളും തല പൊക്കി വരുമെന്ന് പറയുമായിരുന്നു. അത് ശരിയായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താ സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാല് ഹാർട്ട് അറ്റാക്ക് 50 വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ ഈ മെനോപ്പസ് അല്ലെങ്കിൽ ഈ പറയുന്ന പീരീഡ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് വരണമെങ്കിൽ ആ ബ്ലൂ എങ്കിൽ എഴുതിയേക്കുന്ന വായിച്ചു നോക്കിയേ. സിവിയർ ഹാർട്ട് അറ്റാക്ക് ആണ് 30 വയസ്സുകളിലും 40 വയസ്സിലും ഉള്ള സ്ത്രീകളിൽ പോലും സിവിയർ ഹാർട്ട് അറ്റാക്ക് വരുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല, ഡോക്ടർ രവി പ്രകാശ് സീനിയർ കൺസൾട്ടന്റ് ആണ് കാർഡിയോളജിയിലെ ഡൽഹിയിലുള്ള ഒരു ഹോസ്പിറ്റലിലെ. അപ്പൊ ഇതുപോലെ ഒത്തിരി കിടക്കണ്ട. ഞാനിത് നമുക്ക് വേണ്ടിയിട്ട് ഇത് എന്ന് വന്ന വാർത്തയാന്ന് നോക്കി, 2024 ഡിസംബർ 31 വന്ന ഒരു വാർത്തയാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. ഇതുപോലെ ഒത്തിരി വാർത്തകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരുപക്ഷെ അറിയാൻ പറ്റും. കാരണം നമ്മൾ കൂടുതലും ആളുകളുടെ ആരോഗ്യത്തിന് വേണ്ടി, ഉന്നമനത്തിന് വേണ്ടി നമ്മൾ RCMൽ വർക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും സ്ത്രീകളെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഇപ്പൊ കുറെയൊക്കെ നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും ഈ പറയുന്ന ഹാർട്ട് ഇഷ്യൂസ് സ്ത്രീകൾക്ക് കൂടിയെന്നുള്ളത്. എങ്കിലും ഞാൻ 1-2 തെളിവ് നിരത്തിയെന്നേ ഉള്ളൂ. അപ്പോ എന്താണ് ഹാർട്ടിന്റെ ഹെൽത്ത്? കാർഡിയോ വാസ്കുലാർ എന്നൊക്കെ പറയുന്ന ഈ വാക്കുകൾക്ക് പ്രത്യേകിച്ച് വലിയ അർത്ഥമൊന്നുമില്ല. ഹൃദയവും രക്തധമനികളും, ബ്ലഡ് ഓടാനുള്ള രക്തക്കുഴലുകളും ഹൃദയവും, ഇതെന്താണ്? ഇതിന്റെ ആരോഗ്യം എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. കാരണം എന്നാ,
നമ്മളുടെ ശരീരത്തിന്റെ ജീവനാണ് എന്ത്, ഈ പറയുന്ന പ്രാണവായുവിനെയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ആ ന്യൂട്രിയൻസ് പോഷകങ്ങളെയും അത് ദഹിച്ച് നമ്മുടെ ചെറുകുടലിൽ നിന്ന് ബ്ലഡിലേക്കാണ് ആഗിരണം ചെയ്യുന്നത്. ആ പോഷകങ്ങളെയും അതുപോലെ തന്നെ പ്രാണവായുവിനെയും ഒക്കെ ശരീരത്തിലെ എന്നാ പറയേണ്ട ഒരു തല മുതൽ അടി വരെ എല്ലാ സ്ഥലത്തേക്കും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഈ ബ്ലഡ് എന്ന് പറയുന്ന ഈ ഒരു ചാനലിൽ കൂടെയാണ്, ഈ ഒരു ഫ്ലൂയിഡിൽ കൂടെയാണ്, ഈ ഒരു ഇതിലൂടെയാണ് നമ്മളുടെ ശരീരത്തിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഒരു മനുഷ്യനിൽ ഏതാണ്ട് ഒരു 6 ലിറ്ററോളം, ഒരു ആരോഗ്യമുള്ള ഒരു മനുഷ്യനിൽ ഒരു 6 ലിറ്ററോളം ബ്ലഡ് ഉണ്ട്. ഈ ബ്ലഡ് ഇങ്ങനെ കണ്ടിന്യൂസ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോ ആ സർക്കുലേഷൻ, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ മോട്ടർ അടിച്ച് വെള്ളം മുകളിലോട്ട് ടാങ്ക് കയറ്റിയിടണമെങ്കിൽ ആ മോട്ടറിന് നല്ല പവർ വേണം അല്ലെ? എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ഹാർട്ടിനും അതേപോലെ ഒരു നിർത്താതെ വർക്ക് ചെയ്യുക. മോട്ടർ നമ്മൾ ഓൺ ആക്കുമ്പോൾ ഓഫ് ആക്കാനും ഒരു ടൈം പീരീഡ് ഉണ്ട്. പക്ഷെ ഈ ഹാർട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ഈ ബ്ലഡിനെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, നമ്മൾ നിവർന്ന് നിൽക്കുക, ആ നിവർന്ന് നിൽക്കുമ്പം നമ്മളുടെ കാലിൽ നിന്ന് ഈ ബ്ലഡ് തിരിച്ചു മുകളിലോട്ട് കയറി വരണമെങ്കിൽ എത്ര ഇതാന്ന് ചിന്തിച്ചു നോക്കി. ഇങ്ങനെ എന്നാ പറയേണ്ടത്, ഭയങ്കര ചെരിഞ്ഞു കയറ്റമല്ല, കുത്തനെയാണ് അല്ലെ? അതായത് ഒരു പല്ലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോളിക്കട കയറി പോണ പോലെ നമുക്ക് അങ്ങനെ കയറാൻ പറ്റുമോ? ഈ വോളിക്കട കയറാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ ഹാർട്ടിന്റെ പ്രവർത്തനത്തിന്റെ ആ ഒരു എത്രത്തോളം പ്രവർത്തനം, അത് നിർത്താതെ മിടിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഉണ്ടായി അതിനുശേഷം നമ്മുടെ മരണം എന്ന് പറയുന്ന ആ ഹാർട്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥ, ആ നാള് വരെ ഹാർട്ട് ഇങ്ങനെ മിടിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോ ആ ഫുൾ ടൈമും ഈ ഹാർട്ട് ആരോഗ്യമായിട്ട് ഇരുന്നാലേ നമ്മളുള്ളൂ. ശരിയാണല്ലോ? അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഹാർട്ടിനെയും ബ്രെയിനിനെയും ഒക്കെ ആരോഗ്യപരമായിട്ട് ആരോഗ്യമുള്ളതാക്കി വെച്ചാൽ മാത്രമേ നമുക്കൊരു ആയുസ്സോടെയും ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റുള്ളൂ. ആയുസ്സോടും ആരോഗ്യത്തോടും കൂടി ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആ ഹാർട്ടിന്റെ പ്രവർത്തനത്തിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായോ? നമ്മൾക്കാണെങ്കിൽ എത്ര നേരം ഇങ്ങനെ പണിയെടുക്കാൻ പറ്റും? ഇത്രയ്ക്കും പൊക്കപ്പുറത്തേക്ക് ഇതുപോലെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ ഹാർട്ടിന്റെ വർക്കിനെ നമ്മളൊന്ന് ബഹുമാനിക്കുക, അതിനൊന്ന് മനസ്സിലാക്കുക, അതിന് വേണ്ട പരിഗണന, എന്റെ ഉള്ളിലുള്ള എന്റെ ജീവൻ പിടിച്ചു നിർത്തുന്ന എന്റെ ഹാർട്ടിനെ എങ്ങനെ ആരോഗ്യകരമായിട്ട് സംരക്ഷിക്കണം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം. ഞാനിത് സ്ത്രീകളോട് പ്രത്യേകം എന്ന് പറഞ്ഞാൽ പോലും പുരുഷന്മാരും ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. സോ ഇതിനകത്ത് നമ്മളെ BP കൂടി പോണു, കൊളസ്ട്രോൾ കൂടി പോണു, നീർക്കെട്ടുകൾ ഉണ്ടാവണു, അതുപോലെ തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നൊരു വാക്ക് ഇതിനകത്ത് കാണും. അത് വേറെ ഒന്നുമില്ല, നമുക്ക് എപ്പോഴും അറിയാം, ആന്റി ഓക്സിഡന്റിന്റെ കാര്യം പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്താ നമ്മൾ ഇഷ്ടംപോലെ കേൾക്കാറുണ്ട്. ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനം എന്ന് മലയാളത്തിൽ പറയും, ഇംഗ്ലീഷിൽ മെറ്റാബോളിസം എന്ന് പറയും. അതായത് നമ്മുടെ ശരീരത്തിൽ ഫുഡൊക്കെ നമ്മൾ കഴിച്ച് അത് ഓരോ കോശങ്ങളിലേക്കും നമ്മുടെ ശരീരത്തിന് വേണ്ട പോഷകങ്ങളായി മാറി കിട്ടിയെന്ന് വിചാരിക്കണം. ഇപ്പൊ ചിക്കൻ കഴിച്ചു അല്ലെങ്കിൽ നമ്മള് പനീർ കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ അകത്തുനിന്ന് അമിനോ ആസിഡ് ഒക്കെ എടുത്തു, അതായത് ആ പ്രോട്ടീനെ മാറ്റി അതിന്റെ ഏറ്റവും ചെറിയ ഫോം ആയിട്ടുള്ള അമിനോ ആസിഡായി. ആ അമിനോ ആസിഡ് പിന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ബ്ലഡ് വഴി നമ്മുടെ ഓരോ കോശത്തിലേക്ക് എത്തിയാൽ പോലും അവിടെ ചെന്നിട്ട് നമുക്ക് വേണ്ട രീതിയിലേക്ക് അതിനെ മാറ്റാനുണ്ട്, നമ്മുടെ കോശത്തിന് വേണ്ട രീതിയിലേക്ക് അതിനെ മാറ്റാനുണ്ട്. അപ്പൊ ഓരോ കോശവും ഓരോ സെല്ലിന്റെ ഉള്ളിലും ഇഷ്ടം പോലെ എന്താ പറയുന്ന ഒരു ഫാക്ടറി പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ഈ ജീവൻ നിലനിന്ന് പോണ ഈ പ്രവർത്തനങ്ങൾ ഈ മെറ്റബോളിസം എന്നോ അല്ലെങ്കിൽ ഉപാപചയ പ്രവർത്തനം എന്നോ പറയും. അപ്പോ ആ ഉപാപചയ പ്രവർത്തനത്തിന്റെ ഫലമായി ഇപ്പൊ എന്താ പറഞ്ഞത്, ഉപാപചയ പ്രവർത്തനത്തിന്റെ ഫലമായി എന്തുണ്ടാവും? അതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഇപ്പം വിറക് കത്തിക്കുമ്പം എന്തുണ്ടാവും? അടുപ്പിൽ ചാരം ബാക്കി വരും എന്ന് പറയണ പോലെ ഉപാപചയ പ്രവർത്തനത്തിന്റെ ഫലമായി ഒരു ചെറിയ രീതിയിൽ എന്തുണ്ടാവും? ഫ്രീ റാഡിക്കിൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും, സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ആ ഫ്രീ റാഡിക്കിളുകള് ശരീരത്തിന് നീക്കം ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. പക്ഷെ നമ്മളുടെ മോഡേൺ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മീൻസ് അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, അതായത് നമ്മള് ആരോഗ്യകരമല്ലാത്ത രീതിയിലാണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റും? ഈ
ഫ്രീ റാഡിക്കൾ ഉണ്ടാവാനുള്ള ചാൻസ് നമ്മുടെ ശരീരത്തിൽ കൂടുതലാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറലി പറയുവാണെങ്കിൽ ഏത് സാധനം ഉണ്ടാവുന്നതാ? ഫ്രീ റാഡിക്കൾ. അതെന്താ പ്രശ്നം? നമുക്ക് ദോഷമാണ്. എന്ത് ദോഷം എന്ന് ഞാൻ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നുള്ളതിലേക്ക് വരുമ്പോൾ പറയാം. എങ്ങനെയൊക്കെയാണ് ഈ ഫ്രീ റാഡിക്കൾ നമ്മുടെ ശരീരത്തിൽ കൂടി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജങ്ക് ഫുഡുകളൊക്കെ കഴിക്കുമ്പോൾ, അതായത് നമ്മുടെ ശരീരത്തിന് വേണ്ടത്ര പോഷകങ്ങൾ കിട്ടാതെ വായുടെ രുചി മാത്രം നോക്കി കഴിക്കുമ്പോൾ, രണ്ട്, അതുപോലെ തന്നെ നമ്മള് പച്ചക്കറികൾ കഴിക്കാതെ ഇരിക്കുമ്പോ, മൂന്ന്, നമ്മള് പൊല്യൂഷൻ, നമ്മളുടെ അന്തരീക്ഷ മലിനീകരണങ്ങൾ വരുമ്പോ, നാല്, നമ്മള് കൂടുതൽ സ്ട്രെസ് എടുക്കുമ്പോ, സ്ട്രെസ് കൂടി നമ്മുടെ ഉത്കണ്ഠ, ഈ സ്ട്രെസ്, നമ്മുടെ ടെൻഷനൊക്കെ കൂടി കൂടി വരുമ്പോ ഒക്കെ നമ്മുടെ ശരീരത്തില് എന്തിന്റെ എണ്ണം കൂടി പോകും? ഫ്രീ റാഡിക്കലുകളുടെ എണ്ണം കൂടി പോകും. ഇപ്പൊ പ്രകൃതിയിലെ പ്രകൃതിനെ ക്ലീൻ ആക്കണത് കാക്കയാന്നും പറഞ്ഞിട്ട് പലയിടത്തും കാക്കയുടെ വായിലൊരു ചൂലൊക്കെ വെച്ചിട്ടൊരു പടം പോലും നമ്മൾ കാണാറുണ്ട്, അല്ലെ? അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ ഫ്രീ റാഡിക്കളെ തൂത്ത് കളയാനായിട്ട് അല്ലെങ്കിൽ നിർജീവമാക്കാനായിട്ട് നമ്മുടെ ശരീരത്തില് നമ്മൾക്ക് കിട്ടുന്ന, നമ്മുടെ ശരീരത്തിൽ അതിനെ നിർജീവമാക്കുന്ന, ഇപ്പൊ ഒരു ബോംബിനെ നിർവീര്യമാക്കുക, അതുപോലെ നിർവീര്യമാക്കുന്ന സാധനത്തിന്റെ പേരാണ് ആന്റി ഓക്സിഡന്റ്. ആന്റി ഓക്സിഡന്റ്. ഈ ആന്റി ഓക്സിഡന്റുകള് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കി കളയുന്നത്. അത് കൂടുതലും എങ്ങനെയാ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ പച്ചക്കറികളൊക്കെ നമ്മൾ കഴിക്കുമ്പോഴോ മറ്റു സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ, നല്ല പോഷകങ്ങളുള്ള സാധനം കഴിക്കുമ്പോൾ എന്താണ്? അതിൽ നിന്ന് ആന്റി ഓക്സിഡന്റ് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നു. കുറച്ചൊക്കെ ആന്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരം ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഈ ആന്റി ഓക്സിഡൻസ് ഈ ഫ്രീ റാഡിക്കലുകളെ തെരഞ്ഞു പിടിച്ച് അതിനെ നശിപ്പിച്ച് കളയുന്നുണ്ട്. അപ്പൊ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിലാണ് സംഭവിക്കുന്ന വാക്കാണ് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് എഴുതി വെച്ചേക്കുന്ന സാധനം. വേറെ ഒന്നുമല്ല, ഈ ഫ്രീ റാഡിക്കലുകൾ ചെന്നിട്ട് നമ്മളുടെ ഓരോ കോശങ്ങളിലും ചെന്ന് പ്രവർത്തിച്ചിട്ട് ആ കോശങ്ങളെ നശിപ്പിച്ച് കളയും. നമ്മുടെ സെല്ലുകൾ നശിക്കാന്ന് വെച്ചാൽ നമ്മൾ നശിച്ചു പോവാന്നല്ലേ അർത്ഥം. ഇപ്പൊ ആലോചിക്കുക, ഒരേ ഒരു സെല്ല്, ഏകകോശ ജീവിയായ ഒരു ബാക്ടീരിയയുടെ മേലേക്കാണ് ഈ ഫ്രീ റാഡിക്കൾ ചെന്ന് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിന്റെ ജീവൻ പോയി. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇഷ്ടംപോലെ കോശങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മളിത് അറിയുന്നില്ല. പക്ഷെ നമ്മളിൽ വരുന്ന പ്രശ്നങ്ങൾ കൂടി വരുന്നതിന്റെ ബേസിക് കാരണം, ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി വരുന്നതിന്റെ ബേസിക് കാരണം എന്താണ്? നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഫ്രീ റാഡിക്കലുകളുടെ എണ്ണം കൂടുതലും, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തില് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും നമ്മൾ കഴിക്കുന്നതിലൂടെ കിട്ടുന്നതുമായ ആന്റി ഓക്സിഡന്റുകളുടെ എണ്ണം കുറയുന്നതുമാണ് എന്തിലേക്ക് നീങ്ങുന്നത്? നമ്മളുടെ കോശങ്ങൾ നശിക്കുക. അതുമൂലം എന്തൊക്കെ സംഭവിക്കുന്നത്? നമുക്ക് ഇപ്പോഴത്തെ പുതിയ ജനറേഷനിലെ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ലൈഫ് സ്റ്റൈലും കൊണ്ട് വരുന്ന അസുഖങ്ങൾ കൂടി വരിക, നമുക്ക് അകാല വാർദ്ധക്യം വരിക. ഇതെല്ലാം ഈ ബേസിക് കോസ് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ആണ്. അപ്പോ ഇതപ്പോ എന്തിലും വഴി തെളിക്കാം, നമ്മളുടെ ഹൃദയാരോഗ്യത്തിനെയും ബാധിക്കാം. ഞാനിപ്പോ ജനറലൈസ് ചെയ്ത് ക്യാൻസർ പറഞ്ഞു, അല്ലെങ്കിൽ പല ഹെൽത്ത് ഇഷ്യൂസും പറഞ്ഞു ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൊണ്ട്. ഇന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് എന്താണ്? നമ്മളുടെ ഹാർട്ടും അതുപോലെ തന്നെ ഹൃദയ ധമനികളുടെ ആരോഗ്യത്തെയും പറ്റിയാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, BP കൂടിയിരിക്കുമ്പം അതിനെ ശ്രദ്ധിക്കുന്നില്ല, കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ അതിനെ ശ്രദ്ധിക്കുന്നില്ല, നീർക്കെട്ടുകൾ കൂടിയിരിക്കുന്ന അവസ്ഥ, അതായത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്നൊക്കെ പറയും, ഇതിപ്പോ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാം. അതുപോലെ തന്നെ ഈ പറയുന്ന ആന്റി ഓക്സിഡൻസ് ഇല്ലാത്ത അഭാവത്തിൽ ഫ്രീ റാഡിക്കലുകളുടെ എണ്ണം കൂടി കോശങ്ങൾ നശിച്ചു പോകുന്ന പ്രശ്നങ്ങൾ വരുമ്പോ എന്ത് സംഭവിക്കും? ഹാർട്ടിനും ഇതേപോലെ തന്നെ പ്രശ്നങ്ങൾ വരും, സ്ട്രോക്ക് വരും, അതായത് ഈ പക്ഷാഘാതം വരും. അതുപോലെ തന്നെ ഈ ഹൈപ്പർ ടെൻഷൻ വന്നിട്ടുള്ള മറ്റു പ്രശ്നങ്ങളിലേക്ക് ഇത് ലീഡ് ചെയ്യുകയും ചെയ്യും. ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഹൈ BP എന്നുള്ളൊരു അർത്ഥം തന്നെയാണ് ഇതിന്റെ അകത്ത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക. അപ്പോ നമ്മൾ ഇപ്പം ഇത് ജനറലി ഞാനിപ്പോ ഇത്രയും പറയുമ്പോഴത്തേനും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എന്നുള്ള നിലയ്ക്ക് തന്നെ നമ്മൾ ആദ്യത്തെ ഒരു സ്ലൈഡിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് വേറൊരു പഠനങ്ങൾ, ഞാൻ കൂടുതലും ഇതിനകത്ത് വെച്ചേക്കുന്ന കുറെ പഠനങ്ങളെ എടുത്തിട്ടാണ്. കാരണം നമ്മളാരും വലിയ അറിവുള്ളവരോ ഒന്നുമല്ല. നമ്മളെപ്പോഴും പഠനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക, നമ്മൾ പഠിക്കുക, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, പഠിക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഈ പഠനങ്ങളിൽ ഒരു പഠനത്തിൽ എഴുതിയേക്കുന്നതാണ് ഈ സ്ത്രീകളിൽ മാത്രം കണ്ടുവരുന്ന ചില രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഹൃദയത്തിൽ അസുഖം വരുന്ന അല്ലെങ്കിൽ ഹൃദയാരോഗ്യത്തെ ബാധിക്കുന്നതിൽ ചില സിംറ്റംസ്, ചില ലക്ഷണങ്ങൾ എന്താണ്.
അപ്പൊ ആണ് ജെൻസിൽ കുറച്ചും കൂടെ എന്നാ പറയണ്ടേ വരുന്നത് നമുക്കിപ്പോ എല്ലാവർക്കും തന്നെ അറിയാം. പക്ഷെ എന്തൊക്കെ ലക്ഷണങ്ങളാണെന്നുള്ളത് വരാം. പക്ഷെ നമ്മള് സ്ത്രീകളിൽ വരുന്ന കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതാ. ഇതൊന്ന് വായിച്ചു നോക്കിയാൽ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കോമൺ ആയിട്ട് കാണുന്ന വാണിങ്ങുകൾ എന്തൊക്കെയാണ്, നമ്മൾക്ക് ഇങ്ങനെ ഹൃദയത്തിന്റെ പ്രശ്നം ഉണ്ട് ട്ടോ എന്ന് ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ. നിങ്ങളുടെ ഹൃദയത്തിന് ചെറിയ ചെറിയ പ്രശ്നം ഉണ്ട് ട്ടോ, അല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങുവാണ് ട്ടോ എന്ന് പറയുന്നത്. ഒന്ന്, നമുക്ക് നെഞ്ചുവേദന അല്ലെങ്കിൽ ആകപ്പാട് ഒരു ബുദ്ധിമുട്ട്. നമ്മൾ എന്ത് പറയും? ഓ, രാവിലെ ഫുഡ് കഴിച്ചില്ല, അല്ലെങ്കിൽ രാവിലെ പരിപ്പ് കറി കഴിച്ചേ, അതിന്റെ പ്രശ്നമായിരിക്കും, ഗ്യാസ് കയറിയതായിരിക്കും. അല്ലെ? ജെൻസിലാണേലും നമുക്ക് ചെസ്റ്റ് പെയിൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാൻ പറ്റില്ല ഗ്യാസ് കയറിയതാന്നുള്ളൊരു പ്രശ്നം ചിന്തിക്കാറുണ്ട്. സ്റ്റിൽ ലേഡീസിൽ ഇത് കുറച്ചും കൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥ വരും. പിന്നെ ഭയങ്കര ക്ഷീണം. അപ്പൊ എന്താ? നിനക്ക് എന്നാ ക്ഷീണം ഇല്ലാത്ത? ഇതല്ലേ നമ്മൾ തിരിച്ചേക്കുക. നിനക്ക് എന്നാ ക്ഷീണം ഇല്ലാത്ത? നമ്മളെ സംബന്ധിച്ച് എന്താണ്, ഒരു മാസത്തില് പല രീതിയിൽ കൂടെയാണ് നമ്മളുടെ മൂഡ് സ്വിങ്സ് മാറി മാറി വരുന്നത്, ഹോർമോണൽ ചേഞ്ച് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ എന്താ, പലപ്പോഴും നമുക്ക് ക്ഷീണം ഉണ്ടാവും, നമ്മളുടെ ഒരു രീതി ഇങ്ങനെയാ. അപ്പൊ അതൊരു കോമൺ ഫാക്ടർ ആയിട്ട് ഇതിനെ നമ്മൾ ശ്രദ്ധിക്കില്ല. നോക്കി, ഇത് ഇത്രയും വലിയൊരു പ്രശ്നത്തിന് ഒരു സിംറ്റം, ഒരു ലക്ഷണമാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. സാധാരണയേക്കാൾ കൂടുതൽ ഒരു ക്ഷീണം, അതുപോലെ തന്നെ നമുക്ക് ശ്വാസം എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുക, അതുപോലെ നമ്മൾക്ക് എന്താ ഒരു ഒമിറ്റിംഗ് ടെൻഡൻസി, ഛർദ്ദിക്കാൻ വരിക, ആകെപ്പാടൊരു ബുദ്ധിമുട്ട് നമുക്ക്. അപ്പൊക്കെ ഇതൊന്ന് ആലോചിക്കുക നിങ്ങൾ. ഈ ചെസ്റ്റ് പെയിനും ഈ പറയുന്ന ഛർദ്ദിക്കാൻ വരവും കൂടെ കൂടി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യണേ? അനാർദാനഗോലി എടുത്തു കഴിക്കും, അല്ലെങ്കിൽ ഹിംപേഡ് എടുത്തു കഴിക്കും. നമ്മൾ ഉറപ്പിക്കും എന്താണ്, നമുക്ക് ഗ്യാസ് കയറിയതാണ്. അതല്ലെങ്കിൽ ഒരു സാധാരണ ആൾക്കാരാണെങ്കിൽ എന്താ, ജീരകം വെള്ളം എടുത്ത് കുടിക്കുക, അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഗ്യാസിന്റെ പൊടിക്കൈകൾ ചെയ്യാൻ നോക്കും. ഡിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസിനസ്, തല കറങ്ങണ ഒരു ഫീലിംഗ്, ആകെപ്പാടെ നമുക്കൊരു റിലേ കട്ടാവണ ഒരു അവസ്ഥ. ഒന്ന് ആലോചിക്കുക. ഇതൊക്കെ ഹാർട്ട് ഡിസീസിന്റെ ലക്ഷണങ്ങളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ പോയി പേടിച്ചിട്ട് നമ്മൾ നിൽക്കണ്ട. പക്ഷെ ഇത് നമ്മളൊന്ന് അവയർനെസ്സിലേക്ക് പോവുക. ഇനി നമ്മൾ പോയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിനെ പേടിപ്പിക്കരുത്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി ഒബ്സർവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇതും ആവാം കോമൺ ഇൻഡിക്കേറ്റർ, നമ്മളുടെ ഹൃദയാരോഗ്യത്തിൽ ഇതൊക്കെ ഒരു പ്രശ്നങ്ങളാവാം എന്നുള്ള ഒരു കുറച്ച് ചൂണ്ടുപലകളാണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ മെയിൻ റോളിലേക്ക് വരികയാണ്. നമ്മൾ ഇപ്പൊ തുടങ്ങിയത് തന്നെ നമുക്കറിയാം, നമ്മൾ ഫുഡിന്റെ കാര്യത്തിൽ പുറകോട്ടാണ്. നമ്മുടെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും എന്താണ്, അത് നമ്മളുടെ ശരീരത്തിലോട്ട് എത്തിക്കുക. ഞാൻ ഈ പറഞ്ഞ ഇത്രയും വലിയ പണി ചെയ്യണ ഹാർട്ടിനോട് ഒരു റെസ്പെക്ട് ഇല്ലാണ്ടാണ് നമ്മൾ ഇത്രയും നാളും പെരുമാറിയത്. അതിനെ കൺസിഡർ ചെയ്യണില്ല. പലപ്പോഴും പറയും, നമ്മള് വീട്ടുജോലിയിൽ വീട്ടമ്മമാർക്ക് വേണ്ടത്ര പരിഗണന വീട്ടിൽ കിട്ടുന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെ? ബാക്കി എല്ലാ പണികൾക്കും അതിൻ്റെതായ സാലറി ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറയും. ഈ അതേ നമ്മൾ തന്നെ നമ്മുടെ ഹാർട്ടിന് എന്ത് പരിഗണനയാ കൊടുക്കണത്? ഇത്രയും പണിയെടുക്കണതാ. ഈ പണി നമുക്ക് ഒരു പ്രാവശ്യം പോലും ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്കും ഹൈറ്റിലേക്ക് ബ്ലഡിനെ കയറ്റുന്ന ഒരു പണി ചെയ്യണത് ഈ ഹാർട്ടിനെ നമ്മൾ ഒരിക്കലും നമ്മൾക്ക് ചെയ്യാവുന്നത് ഫുഡ് മര്യാദയ്ക്ക് കൊടുക്കുക, ഹാർട്ടിന് വേണ്ട ന്യൂട്രിയൻസ് മര്യാദയ്ക്ക് കൊടുക്കുക, എക്സസൈസ് മര്യാദയ്ക്ക് ചെയ്യുക, അതുപോലെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോവുക. ഇപ്പം ഇതിലേക്ക് പോണതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറഞ്ഞോട്ടെ. ഇപ്പം ഞാനിപ്പോ കുറച്ച് അധികം യാത്ര ചെയ്യണോണ്ട് ഞാൻ കാണുന്ന ഒരു കാര്യമാണ്, പുതിയ ജനറേഷനിൽ, എസ്പെഷ്യലി പുതിയ ജനറേഷനിൽ പെൺകുട്ടികൾ നല്ല രീതിയിൽ പുകവലിക്കുന്നവരുണ്ട്. നിങ്ങളും കണ്ടിട്ടുണ്ടാവുമായിരിക്കും, കാണാത്തവരും ഉണ്ടാവുമായിരിക്കും. പക്ഷെ നല്ല രീതിയിൽ പുകവലിക്കുന്ന കുട്ടികൾ അതിലേറെ മീറ്റിങ്ങുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനുകളിലോ സാധാരണ ഒരു റൂം വേറെ, അല്ലെങ്കിൽ ഒരു പന്തലിന്റെ അപ്പുറം വശം വേറെ ഒരു കുപ്പിക്ക് വേണ്ടിയിട്ടൊരു സംഭവം ഉണ്ടാവും, അല്ലെ? അതിനകത്ത് ജെൻസിനുള്ള ഒരു ഏരിയ ആണത്. പക്ഷെ ഇപ്പൊ കാണുന്നത് ഒരു സോഷ്യൽ സ്റ്റാറ്റസ് പോലെ ലേഡീസ് ബിയറോ അല്ലെങ്കിൽ എന്നാ പറയുക, ഹോട്ട് ഡ്രിങ്ക്സോ, അങ്ങനെ ഹോട്ട് ഡ്രിങ്ക്സ്, അതായത് മറ്റു സാധനങ്ങളൊക്കെ കുടിക്കുക ചെയ്യുന്നവരെ കാണുന്നുണ്ട്. അവര് ജെൻസ് എങ്ങനെയാണോ ഈ ഡ്രിങ്ക്സ് എടുക്കുന്നത് അതുപോലെ ഡ്രിങ്ക്സ് എടുക്കുന്നവര്. ഇത് ആലോചിച്ച് നോക്കി, അടുത്ത തലമുറേന്റെ ജനറേഷനെ ഉണ്ടാക്കാനുള്ള സകല എന്നാ പറയണ്ടേ ആ ഒരു റോളും ആ ഒരു ഉത്തരവാദിത്വവും ലേഡീസിലാണ്. ആ ഒരു തലമുറേനെ പോലും ഇത് ബാധിക്കുക ചെയ്യുന്നേ. ആരോട് പറയാൻ, അല്ലെ? പുകവലിയുടെ ദൂഷ്യവശങ്ങൾ നമുക്കറിയാം. അതുപോലെ തന്നെ ഡ്രിങ്ക്സ് ഒക്കെ ലേഡീസ് എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം.
പക്ഷെ ഇതെല്ലാമാണ് ഈ പറയുന്ന 30കളിലും 40കളിലോട്ടും എന്ത് വരുന്നത്, ഹാർട്ട് ഡിസീസിലേക്ക് പോലും ലീഡ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഡിസീസ് ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്, പക്ഷെ ഇത് സിവിയറാ. അറ്റാക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ കിട്ടിയാ കിട്ടി ആ ഒരു അവസ്ഥയാണ് അല്ലെ. കുഴഞ്ഞു വീണ് മരിക്കുന്നത് ഇപ്പൊ എണ്ണം കൂടിയോ കുറഞ്ഞോ? ഇനി അതുപോലെ തന്നെ ഓവർ കോൺഷ്യസ് ആയിട്ട് ഹെൽത്ത് ശ്രദ്ധിക്കുന്ന ആൾക്കാർ, അതായത് എക്സസൈസ് 30% ആണ് നമ്മളുടെ ഹെൽത്തിനെ സഹായിക്കുന്നത്, അത് ഒട്ടും ചെയ്യാത്ത ആൾക്കാരുണ്ട്. എന്നാൽ അതിനെ വേണ്ടി കിണഞ്ഞ് ചെയ്തിട്ട് ഈവൻ ഡോക്ടേഴ്സ് പോലും കുഴഞ്ഞു വീഴുന്നു. ടെന്നീസ് കളിച്ചപ്പോ കുഴഞ്ഞു വീണവരുണ്ട്, അതുപോലെ ഷട്ടിലൊക്കെ കളിക്കുമ്പോഴേ കുഴഞ്ഞു വീണവരുണ്ട് ഉള്ളതായി. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നേ വന്ന ഒരു വാർത്തയാണ്, എവിടെയാന്ന് ഞാൻ മറന്നു, ഇന്ത്യയിൽ തന്നെയാണ്. ഒരു ഹാർട്ട് സർജൻ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് വെച്ചിട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. ഇതൊക്കെ അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ. അപ്പൊ എന്നിട്ട് ഡോക്ടേഴ്സ് ഒരു ലേഖനം ഇറക്കി, സീനിയേഴ്സ് അവനവന്റെ ആരോഗ്യം കൂടെ നിങ്ങൾ നോക്കണം, നിങ്ങൾ സ്ട്രെസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഫുഡ് കഴിക്കുന്നത് ശ്രദ്ധിക്കണം, ഇങ്ങനെ ഓരോ കാര്യങ്ങളും കൂടെ, അവരുടെ ഉറക്കം, ഇതെല്ലാം അത് പറഞ്ഞ പോലെ ഉറക്കത്തിന്റെ കാര്യം, ഇതെല്ലാം. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണ്, എത്ര കണ്ട് രാത്രി വരെ ഇരിക്കാവോ അത്ര കണ്ട് രാത്രി ഇരിക്കുക, വൈകി എഴുന്നേക്കുക എന്നുള്ളൊരു ശീലം വന്നിട്ടുണ്ട്. അതിനെ ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആളല്ലെങ്കിലും എനിക്ക് മനസ്സിലായിടത്തോളം പലപ്പോഴും അതും ആരോഗ്യത്തെ കൃത്യമായിട്ട് ആരോഗ്യത്തിനെ ബാധിക്കുന്ന ഒരു കാര്യം, എസ്പെഷ്യലി ഹാർട്ടിനെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്നാണ് എനിക്ക് മനസ്സിലായേക്കുന്നത്. അതിന്റെ ഇനി പുതിയ വല്ല സ്റ്റഡീസും ഉണ്ടോന്ന് എനിക്കറിയില്ല. ചിലർ പറയുന്നു ഞങ്ങളുടെ പ്രൊഡക്റ്റീവ് ടൈം നൈറ്റിലാണ്, അതുകൊണ്ട് മീൻസ് പ്രൊഡക്റ്റീവ് ടൈം ഇൻ ദ സെൻസ് അവർക്ക് എഴുതാനുള്ള ഒരു ഇതോ, അല്ലെങ്കിൽ അതുപോലെ അവരുടെ കൂടുതൽ ചിന്തിച്ച് ഓരോരോ കാര്യങ്ങൾ ഒക്കെ ചെയ്യാനുള്ള, അതൊക്കെ പറയുന്നുണ്ട്, അറിയത്തില്ല. എനിവേ, ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യത്തിലേക്ക് വരാം. സോ നമ്മൾ ഇപ്പം ഇത്ര കണ്ടും പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, എന്റെ ഹൃദയത്തിന് ഫുഡ് കൊടുക്കാൻ പുറത്തുനിന്ന് ഒന്നും പറ്റത്തില്ല, ആർക്കും പറ്റത്തില്ല അല്ലെ. അപ്പൊ എന്റെ ഹൃദയത്തിന് വേണ്ട മൈക്രോ ന്യൂട്രിയൻസും ആന്റി ഓക്സിഡൻസും എന്തൊക്കെയാണെന്നുള്ളത് ഇന്ന് ഞാൻ മനസ്സിലാക്കണം. ഞാൻ മനസ്സിലാക്കിയാൽ ഞാൻ RCMലെ ഒരു മെമ്പർ എന്നുള്ള നിലയ്ക്ക് എന്റെ ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണ്, യൂസ് ആൻഡ് പ്രമോട്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോ എന്താണ്, ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയ കാര്യം മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനിയുള്ള ഇതിലേക്ക് നമ്മൾ കുറച്ചധികം സയൻസാന്ന് ഫീൽ ചെയ്യും, പക്ഷെ നമ്മൾക്ക് അറിവ് കിട്ടുന്നത് ഒരിക്കലും കുറവല്ല. അതിനെ ശ്രദ്ധിക്കാതെ ഇരിക്കുന്നത് നമ്മളുടെ ഹാർട്ടിനോട് ചെയ്യുന്ന ഒരു എന്നാ പറയണേ, ഇത്രയും നാളും ഇങ്ങനെ ചെയ്തു, എന്നാ പിന്നെ ഇതിനു വേണ്ടി ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് ഹാർട്ടിന് വേണ്ടി ഒന്ന് ശ്രദ്ധിക്കുക. അവന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന മൈക്രോ ന്യൂട്രിയൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ പണി അതിനകത്ത് ചെയ്യണേ, ഹാർട്ടിന് എന്താ ഗുണമാവണേ, ഇങ്ങനെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ. അപ്പൊ ആദ്യം നമ്മൾ ഈ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന്, നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും പറയുന്നതാണ്, നമ്മളുടെ ഫുഡിൽ കൂടെ നമുക്ക് കിട്ടേണ്ട പോഷകങ്ങളെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയും, അന്നജം, മാംസ്യം, അതുപോലെ തന്നെ കൊഴുപ്പ്, അതായത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്. ഇതാണ് മാക്രോ ന്യൂട്രിയൻസ്, കൂടിയ അളവിൽ നമുക്ക് നമ്മളുടെ ഫുഡിൽ നിന്ന് കിട്ടേണ്ട സാധനങ്ങൾ. ഇനി കുറഞ്ഞ അളവിൽ, പക്ഷെ അത് ഒട്ടും അതിന് വേണ്ടത്ര അളവിൽ കുറയാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ വേണ്ടതാണ് വൈറ്റമിൻസ്, ജീവകങ്ങളും മിനറൽസ്, ധാതു ലവണങ്ങളും നമ്മൾക്ക് വേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇവരുടെ റോൾ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. എന്തിനു വേണ്ടിയിട്ട്, ഹാർട്ടിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഇവരുടെ റോള് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് വൈറ്റമിൻ എ, എന്തിനു വേണ്ടിയ വൈറ്റമിൻ എ നമ്മൾ 3ാം ക്ലാസ് തുടങ്ങി പഠിക്കുന്നുണ്ട്. കണ്ണിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് വൈറ്റമിൻ എ. സ്കൂളിൽ പോകുമ്പോൾ പഠിക്കുക. അതിനു മുന്നേ അമ്മ പറയും, മുരിങ്ങയില തിന്നുമോനെ, അത് തിന്നുമോനെ, ചീരയില തിന്നുമോനെ, കണ്ണിന്റെ ആരോഗ്യത്തിന് വൈറ്റമിൻ എ കിട്ടാനായിട്ട്, വിറ്റാമിൻ എ കിട്ടാനായിട്ട് ഇതൊക്കെ കഴിക്കണപ്പ എന്ന് പറയും. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പലപ്പോഴും കണ്ണിനും അതുപോലെ തന്നെ നമ്മുടെ തൊലിക്കും ഒക്കെ വേണ്ടിയിട്ടാണ് വൈറ്റമിൻ എ കൂടുതൽ കഴിക്കണേന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പഠനങ്ങൾ, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇനി അങ്ങോട്ടുള്ളത് പഠനങ്ങൾ തന്നെയാണ്. ഈ പഠനങ്ങളിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ കാണാം, വൈറ്റമിൻ എ കൃത്യമായ അളവിൽ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ബ്ലഡ് പ്രഷർ, കൂടി നിൽക്കുന്ന ബ്ലഡ് പ്രഷർ, അല്ലാണ്ട് എന്നാ പറയുന്നത് ഉള്ള ബ്ലഡ് നോർമൽ ലെവൽ അല്ല, കൂടി നിൽക്കുന്ന ബ്ലഡ് പ്രഷർ, ഹൈ ആയിട്ട് നിൽക്കുന്ന ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കാനായിട്ട് ആര് സഹായിക്കുന്നുണ്ട്, വൈറ്റമിൻ എ.
അതുപോലെ ഇതിന്റെ ഒപ്പം ഞാനൊന്ന് പറഞ്ഞേക്കാം, ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ആൾക്കാർ ഇനി തുടങ്ങി വൈറ്റമിൻ എ എടുത്തേക്കാന്നും പറഞ്ഞിട്ട് മെഡിസിൻ നിർത്താനല്ല ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ എല്ലാം വലിയ റോളാണ് പറയുന്നത്. വൈറ്റമിൻ എ നമ്മൾ എടുക്കുന്നില്ലെങ്കിൽ ഹൃദയത്തിനെ അതെങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. സോ അതുപോലെ തന്നെ നമ്മുടെ കൊഴുപ്പ് നമ്മളുടെ ഈ ധമനികളിൽ അടിഞ്ഞുകൂടുന്നതിനെ പറയുന്ന പേരാണ് എന്ത്, ആർട്ടീരിയോസ്ക്ലിറോസിസ് എന്നൊക്കെ, ആർത്രോസ്ക്ലിറോസിസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ അത് വന്നാൽ എന്ത് പറ്റും? നമ്മൾക്കറിയാം, നമ്മുടെ പ്ലംബിങ്, നമ്മുടെ പൈപ്പില് അല്ലെങ്കിൽ നമ്മുടെ ഡ്രെയിനേജില് അഴുക്കടിഞ്ഞു കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിലൂടെ ആ വെള്ളം പുറത്തു പോവില്ല, അല്ലെ? വെള്ളം പുറത്തേക്ക് ഡ്രെയിൻ ഔട്ട് ആയിട്ട് പോവില്ല. അപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ കണ്ടിന്യൂസ് ഇങ്ങനെ ബ്ലഡ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാണവായുവിനെയും കൊണ്ടുപോകണം, ന്യൂട്രിയൻസിനെയും കൊണ്ടുപോകണം, വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളെ തിരിച്ചെടുക്കണം, അങ്ങനെ കുറെ പണികൾ ഇവർക്ക് ഈ ബ്ലഡിൽ ചെയ്യാനുണ്ട്. അപ്പൊ ഇത് കണ്ടിന്യൂസ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കാനായിട്ട് ആ സമയത്ത് അവിടെ അണകെട്ടി നിർത്തിയ പോലെ ഈ പറയുന്ന കൊഴുപ്പ് അടിഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് അതാണ് പിന്നീട് വലിയ ഹാർട്ട് അറ്റാക്കിലേക്കോ അല്ലെങ്കിൽ പക്ഷാഘാതത്തിലേക്കോ അല്ലെങ്കിൽ ചിലതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വരും, എന്താണ്, നമ്മളുടെ വെയിനൊക്കെ പൊട്ടിപ്പോവും, അങ്ങനെ കുറെ പ്രശ്നങ്ങളിലേക്കൊക്കെ വരാം. അപ്പൊ അതിനെ കുറയ്ക്കാനായിട്ടും ആർക്ക് കഴിവുണ്ട്? വൈറ്റമിൻ എക്ക് കഴിവുണ്ട്. ഇത് നാളെ എക്സാമിന് എഴുതാൻ പഠിക്കണതല്ല. അത് ഒരു പോയിന്റ് മറന്നു പോയല്ലോ എന്നൊന്നും ഓർക്കണ്ട. നമ്മളുടെ മനസ്സിലേക്ക് ഇത് കയറ്റാൻ ശ്രമിക്കുക, നമ്മളുടെ അറിവിലേക്ക് ഇത് കയറ്റാൻ ശ്രമിക്കുക, അല്ലാതെ കാണാതെ പഠിക്കുകയൊന്നും വേണ്ട. ദെൻ നമ്മളുടെ ഹാർട്ടിന്റെ മസിലിനെ പ്രൊട്ടക്ട് ചെയ്യും. മസിലിന് പണി ഉണ്ടല്ലോ, അല്ലെ? നമ്മൾ കൂടുതൽ പണിയെടുത്താൽ പിറ്റേ ദിവസം നമ്മുടെ മസിൽ കൈക്ക് അനക്കാൻ പറ്റില്ല. അതുപോലെ നമ്മൾ നടക്കാതിരിക്കുന്ന ആൾക്കാർ കുറെ ദൂരം അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം കാലിന്റെ മസിലിന് വേദനയായിരിക്കും, അല്ലെ? ആ മസിൽ കുറെ പണിയെടുത്തിട്ട്. അപ്പം ഈ ഹാർട്ട് എപ്പോഴും പണിയെടുത്തോണ്ടിരിക്കുക, നമ്മളത് പറഞ്ഞു കഴിഞ്ഞു, അല്ലെ? അപ്പൊ ആ ഹാർട്ട് മസിലിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും കൂടെ ആരുണ്ടെങ്കിൽ നല്ലതാണ്? വൈറ്റമിൻ എ കൃത്യമായ അളവില് ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. അപ്പം ഇത് കൃത്യമായ അളവില് വൈറ്റമിൻ എ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഹാർട്ട് ഡിസീസ്, ഡയബറ്റിസ്, ഒബസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ കൂടി നിൽക്കുക, അമിതവണ്ണത്തിലേക്ക് പോവുക, ഹാർട്ടിന്റെ ഡിസീസ്, ഇതൊക്കെ നമുക്കൊന്ന് കുറച്ചു കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. ആരുണ്ടെങ്കിൽ? വൈറ്റമിൻ എ കൃത്യമായ അളവില് ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാല്. ഇനി അടുത്ത വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി. നമ്മൾ കേട്ടിട്ടുണ്ട്, ബി കോംപ്ലക്സ് എന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ എപ്പോഴും അതെടുത്ത് കഴിക്കുക. പഴയ കാലത്ത് പാർസിമിൽ വന്നതോടുകൂടി നമ്മൾക്ക് അതൊക്കെ അറിയാം. പണ്ട് നമ്മുടെ മുഖത്ത് എന്തെങ്കിലും പാടോ അല്ലെങ്കിൽ പിന്നെ വായിൽ അൾസർ പോലെ ഇങ്ങനെ കുരുവൊക്കെ വരുമ്പോ നമ്മൾ എന്ത് പറയും? ബി കോംപ്ലക്സിന്റെ കുറവാട്ടോ, എടുത്ത് ബി കോംപ്ലക്സ് വാങ്ങിച്ച് കഴിച്ചാൽ മതി എന്ന് പറയും. നമ്മളുടെ അറിവുകൾ അവിടം വരെയാണ്. പക്ഷെ ഇത് നോക്കി, വൈറ്റമിൻ ബിയില് ബി കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ കുറെ തരം ബി സീരീസ് ഉണ്ട്. അതിനകത്ത് 3 ടൈപ്പ്, B6, B9, B12, ഈ പറയുന്ന 3 വൈറ്റമിൻ, ബി കോംപ്ലക്സിലെ 3 ഈ പറയുന്ന വൈറ്റമിൻസും ഹൃദയാരോഗ്യത്തിന് അത്യാവശ്യമായിട്ടുള്ളതാണ്. അതിൽ തന്നെ നിങ്ങൾ നോക്കി, എന്തോ അമിനോ ആസിഡിന്റെ ഒരു അമിനോ ആസിഡിന്റെ പേരാണ്. അതായത് നമ്മൾ ഈ അമിനോ ആസിഡ് എന്ന് കേട്ടാൽ അറിയാം, പ്രോട്ടീൻ വിഘടിച്ച് അതിന്റെ ഏറ്റവും ചെറിയ ഫോമിലേക്ക് വരുന്നത്. ഇപ്പം പ്രോട്ടീനുകൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് എങ്ങനെ ഉണ്ടാവണേ? മാലയുടെ മുത്ത് പോലെ ഇങ്ങനെ കോർത്ത് അമിനോ ആസിഡ്സ് ഇങ്ങനെ കോർത്താണ് പ്രോട്ടീൻ ഉണ്ടാവുന്നത്. അത് പല രീതിയിൽ കോർത്ത് വരുമ്പോൾ പലതരം പ്രോട്ടീൻ. അപ്പോ ഈ മാലയുടെ മുത്ത് പോലെ തന്നെയുള്ള അതിനെ അമിനോ ആസിഡ് ആയിട്ട് നമ്മൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ അതിലെ ഒരു അമിനോ ആസിഡ്, ഹോമോസിസ്റ്റിൻ എന്ന് പറയുന്ന, ആ പേരൊന്നും ഓർക്കണ്ട, അത് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാലും അധികമായ എന്ത് സാധനവും വിഷം, അമൃതം വിഷം. അപ്പോ അതെന്ത് ചെയ്യും? നമ്മളുടെ ആർട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് പോകുന്ന ആ രക്തധമനി, രക്തക്കുഴലുകൾ, അവിടെ അടിഞ്ഞുകൂടുകയും അത് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ എന്താണ്? ഈ ബ്ലഡ് വെസൽസിനകത്ത് ഈ അമിനോ ആസിഡ് കൂടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാല് അതിനെ കുറയ്ക്കാനായിട്ട് ഏതുണ്ടെങ്കിൽ സഹായിക്കും? വൈറ്റമിൻ ബി ഉണ്ടെങ്കിൽ അവിടെ സഹായിക്കും. അതായത് നമ്മുടെ ശരീരത്തിന് വേണ്ട, അതായത് ഒന്നിനു പകരം അല്ലെങ്കിൽ ഒരു കാര്യത്തിന് സൊല്യൂഷൻ വേറൊന്നുണ്ട്, നമ്മളത് അങ്ങോട്ട് കൊടുത്താൽ മതി. അതാ പറഞ്ഞ, നമ്മൾക്ക് മെറ്റബോളിസം നടക്കുമ്പോ എന്തുണ്ടായെന്ന ഞാൻ ആദ്യം പറഞ്ഞ, ഫ്രീ റാഡിക്കൽ ഉണ്ടായി. ആ ഫ്രീ റാഡിക്കലിനെ തടയാനായിട്ട് ആന്റി ഓക്സിഡന്റ് കൊടുത്താൽ മതി എന്ന് പറയണ പോലെ ഈ പറയുന്ന അമിനോ ആസിഡ് ഇച്ചിരി കൂടി പോയാലും പേടിക്കേണ്ട, അവിടെ സൊല്യൂഷൻ ഉണ്ട്. എന്താണ്? വൈറ്റമിൻ ബി കൃത്യമായ അളവിൽ ഉണ്ടായാൽ മതി, ഒരു പ്രശ്നവും ഇല്ല. അതുപോലെ നോക്കിയ വൈറ്റമിൻ B6, B9, B12 ഒക്കെ സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും
കുറയ്ക്കും. എന്ത് ചെയ്യുമ്പോഴെന്നാണ് 2021 സ്റ്റഡി നോക്കിയേ? എന്ത് ചെയ്യുമ്പോഴാണ്? അത് നമ്മൾ സപ്ലിമെന്റ് ചെയ്യുമ്പോ നമ്മുടെ ഫുഡിൽ കൂടെ ഈ 2021 തുടങ്ങിയുള്ളതാ ഞാൻ നേരത്തെ കഥകൾ പറഞ്ഞത്. എന്താണ്? ഹൃദയത്തിന്റെ പ്രശ്നങ്ങൾ കൂടി വരുന്നു ലേഡീസിൽ നിന്ന്. അപ്പോ നിങ്ങൾ നോക്കിയേ, ഈ 2021 ഒരു റിവ്യൂ പറയാണ് വൈറ്റമിൻ B6, B9, B12 ഒക്കെ ഉണ്ടെങ്കിൽ, കൃത്യമായ അളവിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് പക്ഷാഘാതവും അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്കും ഒക്കെ വരാനുള്ള ചാൻസ് അവിടെ കുറയുന്നു. ഇനി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, ഇതേപോലെ തന്നെ ആത്രോസ്ക്ലിറോസിസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഹൈ കൊളസ്ട്രോൾ അല്ല, ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നമുക്ക് ഹൈ കൊളസ്ട്രോൾ ഉള്ളവർക്കാണ് നമ്മളുടെ രക്തക്കൊഴലുകളിൽ കൊഴുപ്പടിയാന്നുള്ളൊരു ശരിക്കും അത് തന്നെയാണ് കാരണം. പക്ഷെ ഈ ഒരു റിസർച്ച് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ഈ ഹൈ കൊളസ്ട്രോൾ ഒന്നും ഫീൽ ചെയ്യണില്ല, പക്ഷെ വൈറ്റമിൻ ബി കുറവാണെങ്കിൽ അവിടെ വീണ്ടും ഈ പറയുന്ന രക്തക്കൊഴലുകളിൽ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നോക്കിയേ, ആലോചിച്ച് നോക്കിയേ. നമ്മൾ പറയില്ലേ, അവൻ അതും കഴിക്കില്ല ഇതും കഴിക്കില്ല ഒന്നും കഴിക്കില്ല എന്നിട്ട് അറ്റാക്ക് വന്നു, ശരിയല്ലേ? പക്ഷെ ആ ആളുടെ ഫുഡ് ശരിയല്ല, ന്യൂട്രിയൻസ് കൃത്യമായ അളവിൽ ചെന്നിട്ടുണ്ടാവില്ല. എല്ലാ സാധനവും കൃത്യമായ അളവിൽ, കുറച്ചൊക്കെ സഹിക്കാൻ പറ്റും ബോഡിക്ക്, അല്ലെങ്കിൽ ഹാർട്ടിന്. അത് പരിധി വിട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതാണ്. അപ്പം നമ്മൾ ഓർക്കും അങ്ങനെ എന്നാ പിന്നെ അവൻ അതൊന്നും കഴിക്കാണ്ട് അവൻ അങ്ങനെ വന്നു, പിന്നെ ഞാൻ ഇതൊക്കെ നോക്കിയിട്ട്, ഇങ്ങനെ എത്രയൊക്കെ നമ്മൾ കേൾക്കണു അല്ലെ? അപ്പം ഇതൊക്കെ നമ്മൾക്കിടെ അറിവിനൊക്കെ ഒരു പരിധി ഉണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ടത്. കൃത്യമായ അളവില് നമുക്ക് കൃത്യമായ ഫുഡ് കിട്ടണം. അത് കിട്ടാനായിട്ട് എന്തൊക്കെയാണെന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ RCMൽ വന്നതോടുകൂടി നമ്മൾക്ക് പല പല ക്ലാസ്സുകൾ കിട്ടുന്നു, നമുക്ക് അവയർനെസ് കിട്ടുന്നു. അതിനെ ശ്രദ്ധിക്കുക, അത് നമ്മൾ അനുസരിക്കുക. 2 ദിവസത്തേക്കല്ല, കണ്ടിന്യൂസ് അനുസരിക്കുക. ഓക്കെ, ഹാർട്ട് മുഴുവൻ നേരം വർക്ക് ചെയ്യാനുള്ളതാണല്ലോ, അപ്പൊ അനുസരിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോ ഈ 3 വൈറ്റമിൻസിലും, അതായത് വൈറ്റമിൻ ബിയിലെ സീരീസിലെ 3 വൈറ്റമിൻസ്, B6, B9, B12 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈറ്റമിൻ ഏതാന്ന് ചോദിച്ചാൽ, ഹാർട്ടിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈറ്റമിൻ ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? വൈറ്റമിൻ B6 ആണ്. ഇനിയാണ് നമ്മൾക്കുടെ ഭാഗ്യം എന്താന്ന് ഞാൻ പറയണത്. നമ്മുടെ ഭാഗ്യം. ഇപ്പൊ നമ്മൾ വൈറ്റമിൻ എ വേണമെന്ന് പറഞ്ഞു, വൈറ്റമിൻ B6, B9, B12 ഇതെല്ലാം ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇത് നമ്മളുടെ ഇന്ത്യൻ സ്റ്റഡിയാണ്. ഈ റെക്കമെൻഡഡ് എന്ന് പറഞ്ഞിട്ട് ഞാനിട്ടാണ്. 2024 അത് പുതുക്കിയിട്ടുണ്ട്. ICMRഉം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷണൽ സയൻസും അവരുടെ 2024 അവരത് പുതുക്കിയിട്ടുണ്ട്. അപ്പോ അതില് പ്രകാരം അവർ റെക്കമെൻഡ് ചെയ്തേക്കുന്നത്, അപ്പൊ പുതുക്കി എന്ന് പറയുമ്പോഴത്തേന് ന്യൂട്രിയൻസിന്റെ അളവ് കൂട്ടിയെടുത്തു എന്നുള്ളതാണ്. നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. സോ റെക്കമെൻഡ് ചെയ്യുന്നത് എത്രയാണ്? ഒരു ദിവസം 840 മൈക്രോഗ്രാം എന്ത് വേണം? വൈറ്റമിൻ എ നമ്മളുടെ ഉള്ളിൽ ചെന്നിരിക്കണം. റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് ആണ്. ഓക്കെ, അപ്പോ നമ്മളുടെ ന്യൂട്രിചാർജ് ഉമ്മളിൽ എത്രയുണ്ടെന്ന് നോക്കി, അതിന്റെ ഒരു 3/4 ഭാഗം അടങ്ങിയിട്ടുണ്ട്. 600, 3/4 ഭാഗം ആണല്ലോ അല്ലെ, എനിക്കറിയില്ല. എനിവേ 600 മൈക്രോഗ്രാം നമ്മൾ വൈറ്റമിൻ എ എന്തിൽ അടങ്ങിയിട്ടുണ്ട്? ന്യൂട്രിചാർജ് ഉമ്മളിൽ അടങ്ങിയിട്ടുണ്ട്. ബാക്കി നമുക്ക് ഫുഡിൽ നിന്ന് എന്തായാലും കിട്ടുമല്ലോ, ശരിയല്ലേ? അപ്പൊ അതും ഒരു പ്രൊപ്പോർഷനിലാണ് നമുക്ക് തരിക. കാരണം അനാവശ്യമായിട്ട് വൈറ്റമിൻ ചെന്നാൽ അത് സ്റ്റോർ ചെയ്യില്ല, അത് നേരെ യൂറിനിക്കടയോ അങ്ങനെയൊക്കെ ആയിട്ട് എക്സ്ക്രീറ്റ് ചെയ്ത് പോവും. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത്ര അളവിൽ കിട്ടാൻ പാകത്തിനാണ് ന്യൂട്രിചാർജ് വുമൺ ക്രമീകരിച്ചേക്കുന്നത്. ഇനി ഇത് ലേഡീസിന് വേണ്ടിയുള്ള ക്ലാസ് ആണ്. ന്യൂട്രിചാർജ് വുമൺ ആണ് എഴുതിയേക്കുന്നത്. തൊട്ടിപ്പുറത്ത് ന്യൂട്രിചാർജ് മെന്നിന്റെയും കൂടെ കമ്പാരിസൺ എഴുതിയാൽ നമുക്കത് മനസ്സിലാവും കേട്ടോ. അപ്പൊ അത് നമുക്ക് അവരവർക്ക് വേണമെങ്കിൽ അതൊരു സ്റ്റഡി ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ വൈറ്റമിൻ എ 600 മൈക്രോഗ്രാം നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുകയാണ്. എപ്പോഴാണ്? നമ്മള് ന്യൂട്രിചാർജ് വുമൺ എടുത്ത് കഴിക്കുമ്പോൾ, ഒരു ദിവസം എടുത്ത് കഴിക്കുമ്പോൾ ഹൃദയത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഒന്ന് ന്യൂട്രിചാർജ് എടുക്കുക, ഒന്ന് പൊട്ടിച്ചിടുക, ഒന്ന് വായിലിടുക, വെള്ളം ഒഴിക്കുക, ഇത്രേ ഉള്ളൂ. വൈറ്റമിൻ എ കിട്ടി. B6 1.9 മില്ലിഗ്രാം മതി. അതും 1.5 മില്ലിഗ്രാം അതിനകത്തുണ്ട്. ഏതില്? ന്യൂട്രിചാർജ് വുമണിലുണ്ട്. B9 220 മൈക്രോഗ്രാം മതി. അത് 100 മൈക്രോഗ്രാം നമ്മുടെ കയ്യിൽ, നമ്മുടെ ന്യൂട്രിചാർജ് വുമണിൽ തന്നെ ഉണ്ട്. ബാക്കി ഫുഡിൽ കൂടെ കിട്ടട്ടെ. B6 ആണ് ഏറ്റവും എസെൻഷ്യൽ ആയിട്ട് ഹാർട്ട് ഹെൽത്തിന് വേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടു. അത് അത്യാവശ്യം ഓൾമോസ്റ്റ് അത്ര തന്നെ നമ്മളുടെ ന്യൂട്രിചാർജ് വുമണിനകത്തുണ്ട്. ഇനി 2.2 മൈക്രോഗ്രാം മതി. എന്ത്? B12 അത് 1 മൈക്രോഗ്രാം നമ്മളുടെ ഫുഡിൽ കൂടെ കിട്ടുന്നുണ്ട്. ന്യൂട്രിചാർജ് വുമൺ നമ്മൾ സപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ബാക്കി B12 നമ്മൾക്ക് ഫുഡിൽ കൂടെ കിട്ടും. അപ്പം നോക്കിയേ, ന്യൂട്രിചാർജ് വുമൺ എടുക്കണോ വേണ്ടയോ? ഞാൻ പറഞ്ഞല്ലോ, ഹാർട്ടിന് നമ്മൾ ഓൾറെഡി പണിയുള്ള ആളാ, അയാൾക്ക് വീണ്ടും പണി കൊടുത്താൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് ന്യൂട്രിചാർജ് വുമൺ എടുക്കണോ വേണ്ടയോ എന്ന് അവനോട് ഡിസൈഡ് ചെയ്യാം.
ഇനി നമ്മൾ വൈറ്റമിൻ എയും പഠിച്ചു, വൈറ്റമിൻ B6, B9, B12 ഹൃദയാരോഗ്യത്തിന് വേണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഇനി വേണമെന്ന് നമ്മൾ പഠിച്ചു. ഇനി അടുത്തതാണ് വൈറ്റമിൻ സിയുടെ റോൾ എന്താണ്. വൈറ്റമിൻ സി നമ്മൾ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ? ഹാർട്ടിന് വേണ്ടിയിട്ട്, ഇന്ന് വരെ ഹാർട്ടിന് വേണ്ടിയിട്ട് ഒരു വൈറ്റമിൻ നമ്മൾ കേട്ടിട്ടുണ്ടോ? അതാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്. വൈറ്റമിൻ സി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ രക്തക്കുഴലുകളെ പ്രൊട്ടക്ട് ചെയ്യും വൈറ്റമിൻ സി. അതുപോലെ തന്നെ വൈറ്റമിൻ സിക്ക് ഒരു പ്രത്യേകതയാണ്, അത് ആന്റി ഓക്സിഡന്റാ. അത് ഞാൻ റിപ്പീറ്റ് ചെയ്യാനില്ല, സമയം പോകും. അപ്പൊ അത് നമ്മളുടെ സെല്ലുകളുടെ കോശസ്തരങ്ങളെ, സെൽ മെംബ്രെയിൻ, സെല്ലിന്റെ സ്ട്രക്ചറിൽ സെല്ലിനെ ബൗണ്ടറി ചെയ്ത് കൊടുത്തേക്കുന്ന, വേലി കെട്ടി തിരിച്ചേക്കുന്ന ആ മെംബ്രെയിനെ അല്ലെങ്കിൽ ആ കോശസ്തരത്തെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. കണ്ടോ അവിടെ ഫ്രീ റാഡിക്കൽ എന്ന് എഴുതിയേക്കണുണ്ടോ? ഫ്രീ റാഡിക്കൽ വന്ന് ഡാമേജ് ഉണ്ടാക്കാൻ നോക്കുമ്പോ തന്നെ എന്താ, ഈ ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള വൈറ്റമിൻ സി അവിടെ ഉണ്ടെങ്കിൽ ആ സെല്ല് നശിക്കൂല. അതുപോലെ തന്നെ കൊളാജൻ നമുക്കറിയാം, അതൊരു പ്രോട്ടീനാണ്. അത് ബ്ലഡ് വെസൽ ഉണ്ടാക്കാൻ വേണ്ട ഒരു പ്രോട്ടീനും കൂടിയാണ്. നമ്മളത് ബോണിന്റെ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്, ബോൺ ആൻഡ് ജോയിന്റിന്റെ ക്ലാസ്സിൽ, ന്യൂട്രിചാർജ് ബോൺ ആൻഡ് ജോയിന്റ് ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്. അതുപോലെ ബ്ലഡ് വെസൽ ഉണ്ടാക്കുന്നതിലും കൊളാജൻ ഒരു പങ്കുണ്ട്. അപ്പൊ അതിന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി, അതിനു വേണ്ടിയിട്ടും ഏത് വേണം ഇവിടെ? വൈറ്റമിൻ സി വേണം. ദെൻ ബ്ലഡ് വെസൽ വാള് സ്മൂത്ത് ആയിട്ടിരിക്കാൻ, റഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? ബ്ലഡ് ഒഴുകി പോയി കഴിഞ്ഞാൽ അതിനകത്ത് അടങ്ങിയേക്കുന്ന കമ്പോണൻസ് അതിൽ തട്ടി തട്ടി നിന്ന് അവിടെ എന്ത് പറ്റും? അവിടെ അടയാൻ തുടങ്ങും. അതായത് കൊഴുപ്പടിയുക, അങ്ങനെ ഓരോന്ന്, കാൽഷ്യം, ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ സെഡിമെന്റ് ചെയ്യാൻ തുടങ്ങും, അവിടെ അടിഞ്ഞുകൂടാൻ തുടങ്ങും. ആ സമയം അത് സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, വീഗാലാൻഡിൽ പോയിട്ട് വീഗാലാൻഡ് അല്ലല്ലോ ഇപ്പൊ അതിന്റെ പേരെന്താണ്, വണ്ടർലയിലൊക്കെ പോയി കഴിയുമ്പോൾ നല്ല വെള്ളമുള്ള ഒരു കൊള്ള്, അതിന്റെ ഉള്ളിക്കട ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ അതിനകത്തോട്ട് കയറ്റിക്കുമ്പോൾ ഷൂന്ന് പറഞ്ഞ് നമ്മൾ പോകും. ആ സമയം അത് ഡ്രൈ ആണെങ്കിൽ നമ്മൾക്കൊരു ഘർഷണം ഉണ്ട് അവിടെ, അല്ലെ? നമ്മൾ പതുക്കെ അത് മൂവ് ചെയ്യുള്ളൂ. അപ്പോ ഈ ബ്ലഡ് ഇങ്ങനെ ഒഴുകാനായിട്ട് അത് സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ എന്താണ്, അതിൽ ഒന്നും ബാക്കി ബ്ലഡിലുള്ള മറ്റ് കണ്ടന്റുകൾ, ഘടകങ്ങൾ, അതായത് സെല്ലുകളിൽ എത്തേണ്ട ഘടകങ്ങൾ ബ്ലഡ് വെസലിൽ അല്ലെങ്കിൽ രക്തധമനികളിൽ അടിഞ്ഞുകൂടൂല. അതുപോലെ തന്നെ നൈട്രസ് ഓക്സൈഡ്, എന്റെ ദൈവമേ ഇതൊക്കെ എന്ത് സാധനം, ഇതൊക്കെ നമുക്ക് വേണ്ടതാണ്. ഹാർട്ട് ഹെൽത്ത്, ബ്ലഡ് ഫ്ലോ ഇംപ്രൂവ് ചെയ്യാൻ, ബ്ലഡിന്റെ ഒഴുക്ക് കൂട്ടിയെടുക്കാനായിട്ട് നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്ന സാധനം അവിടെ വേണം. അതൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യണമെങ്കിൽ വൈറ്റമിൻ സി വേണം. അതുപോലെ ഇനിയിപ്പോ ഇത് കുറെ കാര്യങ്ങൾ നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. എന്താണ്, വൈറ്റമിൻ സിക്ക് വലിയൊരു റോൾ ഉണ്ട് ഹാർട്ട് ഡിസീസിനെ തടയാനായിട്ട്. സോ ഇനി വൈറ്റമിൻ സി വേണോ? നമുക്ക് വേണ്ടത് 65 മില്ലിഗ്രാം ആണ് ഒരു ദിവസത്തിൽ വേണ്ടത്. നമ്മളൊരു ന്യൂട്രിചാർജ് എടുത്ത് വിഴുങ്ങുകയാണെങ്കിൽ 40 മില്ലിഗ്രാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ബാക്കി പോരെ ഫുഡിൽ നിന്ന്, എത്ര കുറവ് മതി. വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഡി എല്ലിനും പല്ലിനും ഉള്ളതല്ലേ. ഈ ഹാർട്ടുമായിട്ട് എന്താ ബന്ധം നോക്ക്. കൊളസ്ട്രോളിന്റെ അവസ്ഥ അതായത് പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ട്, ബ്ലഡ് വെസലിൽ, രക്തക്കുഴലുകളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്ന തടയാനായിട്ട്, നമ്മൾക്ക് മെറ്റാബോളിക്സിന്റെ ഉപാപചയ പ്രവർത്തനങ്ങൾ വഴി വരുന്ന പ്രശ്നങ്ങളെ തടയാനായിട്ട്, ഷുഗറിനെ തടയാൻ, ഒബസിറ്റി ഇതൊക്കെ പോട്ടെ, ഹൈ ബ്ലഡ് പ്രഷറിനെ കുറയാനായിട്ട്, കൺട്രോൾ ചെയ്യാനായിട്ട്, ഹാർട്ട് അറ്റാക്കിനുള്ള റിസ്ക് കുറയ്ക്കാൻ വരെ ആര് വേണം? വൈറ്റമിൻ ഡിയും കൂടെ വേണം. നോക്കിയേ, ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഇന്ന് വരെ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. സോ ഒരു ദിവസം ഒരു മനുഷ്യന് 600 ഇന്റർനാഷണൽ യൂണിറ്റ് വേണം, 600 IU വേണം. നോക്കിയേ, നമുക്ക് കിട്ടുന്നുണ്ട്, എത്ര കിട്ടുന്നുണ്ട്? 200 IU നമുക്ക് കിട്ടുന്നുണ്ട്. 5 mcg എന്നായിരിക്കും ന്യൂട്രിചാർജ് മുകളിൽ എഴുതിയേക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷേ നമ്മൾ അതിന്റെ കാൽക്കുലേഷൻ നോക്കുമ്പോൾ ഈ IU ആയിട്ട് നമ്മൾ ഈക്വലൈസ് ചെയ്ത് നോക്കുമ്പോൾ എന്താണ്, 200 കിട്ടുന്നുണ്ട് നമുക്ക്. നമ്മള് സൂര്യപ്രകാശത്തിക്കടെ അത് കിട്ടും, പിന്നെ ചില ഫുഡിക്കടെ ചെറിയ രീതിയിലൊക്കെ കിട്ടും നമുക്ക്. അപ്പൊ നമ്മള് ഒരു മിനിമം അളവില് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? വൈറ്റമിൻ ഡി കിട്ടുന്നുണ്ട്. അപ്പൊ എല്ലിനും പല്ലിനും ഒക്കെ വേണ്ട പോലെ, അതുപോലെ മസിൽ പെയിനും ഒക്കെ ഇല്ലാണ്ടാക്കാനൊക്കെ ഈ വൈറ്റമിൻ ഡി വേണമെന്നൊക്കെ നമ്മൾ ഒത്തിരി പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും, കുട്ടികൾക്ക് വരെ വൈറ്റമിൻ ഡി കുറവാണ്, അല്ലെ? പക്ഷെ ഇത് ഹാർട്ടിനും ഈ സാധനം വേണം എന്നുള്ളത് നമ്മുടെ അറിവിലേക്ക് ചേർത്ത് വെക്കുക. വൈറ്റമിൻ ഇയും ഭയങ്കര പവർഫുൾ ആന്റി ഓക്സിഡന്റാ. ഈ സാധനം നമുക്ക് ഭയങ്കര ഉപകാരപ്രദമായിട്ടുള്ള സാധനമാണ്. നോക്കിയേ, നമുക്ക് വേണ്ടാത്ത ചീത്ത കൊളസ്ട്രോളിനെ എന്ത് ചെയ്യും? എനിക്ക് കാണാൻ പറ്റില്ല ഇതിനകത്ത് എഴുതിയേക്കുന്നത്, ഓക്സിഡേഷൻ ഓഫ് LDL കൊളസ്ട്രോൾ. അതെ, അപ്പൊ LDL കൊളസ്ട്രോളിനെ നശിപ്പിച്ചു കളയാനും, അതുപോലെ തന്നെ നമ്മളുടെ ഹൃദയധമനികളുടെ പ്രവർത്തനത്തിനെ ഹെൽത്തി ആക്കി വെക്കാനും, ബ്ലഡ് വെസലിന് ഒരു ഇലാസ്റ്റിസിറ്റി ഉണ്ട്, അതിനൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമ്മള് കണ്ടുണ്ടാവോന്ന് എനിക്കറിയില്ല. അതായത് പ്രായമാവും തോറും ഇല്ലേ,
ഈ തിയേറ്ററിലൊക്കെ കയറുമ്പോ അതായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബ്ലഡ് വെസലിനൊക്കെ ഭയങ്കര ഒരു ഫ്ലെക്സിബിലിറ്റിയാ ശരിക്കും പറഞ്ഞാൽ. അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ റിജിഡ് ആവാൻ തുടങ്ങും. ആ റിജിഡ് ആവാൻ പാടില്ല ആക്ച്വലി. അതിനകത്തൊക്കെ കുറേ സയൻസ് പുറകെ കിടപ്പുണ്ട്. ആ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ആര് വേണം? വൈറ്റമിൻ ഇ വേണം. ഇനി അമേരിക്കൻ ജേണൽ, അവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ സ്റ്റഡീസ് ഒക്കെ നടക്കുന്നത്. വൈറ്റമിൻ ഇ ആണ് ഏറ്റവും, വൈറ്റമിൻ ഇ റിച്ച് ഫുഡ് നമ്മൾ എടുക്കുക. അതിന് നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 7.5 മില്ലിഗ്രാം ആണ് പെർ ഡേ നമുക്ക് വേണ്ടതെങ്കിൽ ന്യൂട്രിചാർജ് വുമൺ നമ്മൾ എടുക്കുമ്പോൾ 7.35 മില്ലിഗ്രാം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കണേ? നമുക്ക് കയ്യിൽ ഇത് വെച്ചത് കഴിച്ചുകൂടേത്? അതായത് ഡെയിലി വേണ്ട മിനിമം അളവ് തുടങ്ങി നമ്മൾക്ക് ചില സാധനങ്ങൾ ഫുഡിക്കട നമുക്ക് കിട്ടില്ല എന്നാ എസെൻഷ്യൽ ആണ്. ഹാർട്ട് ഹെൽത്തിന് വരെ എസെൻഷ്യൽ ആയിട്ടുള്ളത് നമുക്ക് മാക്സിമം തന്നെ ഉണ്ട്. അതായത് സ്പൂൺ ഫീഡിങ് പോലെയാണ് നമുക്ക് RCMൽ കൂടെ നമുക്ക് വേണ്ട പോഷകങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. തിന്നു മക്കളെ, പഠിക്കും മക്കളെ എന്നൊക്കെ പറയണ പോലെ അല്ലെ? ചവച്ചരച്ച് തന്നേക്കാം, നിങ്ങൾ അതും കൂടെ ഇറക്കിയാൽ മതി എന്ന് പഴയ കാലത്ത് പറയില്ലേ പിള്ളേർ കഴിക്കാത്തപ്പോ? എന്ന് പറഞ്ഞ പോലെ വിഴിഞ്ഞാ മതി, ഇച്ചിരി വെള്ളവും കൂടെ കുടിച്ചാൽ മതി, വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. എന്തെടുക്കുക? ന്യൂട്രിചാർജ് വുമൺ എല്ലാ ദിവസവും ഒന്ന് എടുത്തേക്കുക. ഇനി വൈറ്റമിൻ കെ. അപ്പൊ ഇപ്പൊ എത്ര വൈറ്റമിൻ ആയി നോക്കിയേ? എ, ബി, ബിയിലെ B6, B9, B12, C, D, E, ഇനി കെ. കെ എന്ന കെ രണ്ട് രീതിയിലുണ്ട്. നാച്ചുറൽ ഫോം K1 K2 ഒക്കെ ഉണ്ട്. അപ്പം നമ്മളുടെ ഹാർട്ട് ഹെൽത്തിന് നമ്മൾ മെയിൻലി പറയുന്നത് K2 ആണ്. സോ അതുപോലെ തന്നെ നമ്മളുടെ ബ്ലഡില് രക്തക്കൊള്ളുകളിൽ കാൽഷ്യം അടിഞ്ഞു കൂടുന്നത് പ്രിവെന്റ് ചെയ്യാനായിട്ട് വൈറ്റമിൻ കെ, അതിനെ തടയാനായിട്ട് വൈറ്റമിൻ കെ സഹായിക്കും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലഡ് വെസൽസിന്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടിത്തരാനായിട്ട്, അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് വൈറ്റമിൻ കെ വേണം. അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും. അപ്പം നമ്മളുടെ കൊറോണറി ആർട്ടറി ഡിസീസിനെ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ബ്ലഡ്, അതായത് നമ്മുടെ ഹാർട്ടിന്റെ ഉള്ളില് അതിന് വേണ്ട രക്തക്കൊള്ളുകൾ, ഹാർട്ടിലേക്കും വേണമല്ലോ, ന്യൂട്രിയൻസും പ്രാണവായും എല്ലാം വേണ്ടേ, അതിന്റെ ഓരോ കോശങ്ങൾക്കും വേണ്ടേ. അപ്പൊ അതിന്റെ ഉള്ളിൽ പോണ രക്തക്കൊള്ളുകളെ വിളിക്കുന്ന പേരാണ് കൊറോണറി ആർട്ടറി എന്ന് പറയുന്നത്. അതിനുണ്ടാകുന്ന ബ്ലോക്കുകൾ, അതിനുണ്ടാകുന്ന അസുഖങ്ങളെ തടയാനായിട്ട് വൈറ്റമിൻ കെ വേണം. അതുപോലെ ഹാർട്ടിന്റെ പുറത്തുള്ള മറ്റാർട്ടറികൾക്ക് വരുന്ന അസുഖങ്ങളെ തടയാനായിട്ട്, രക്തക്കൊള്ളുകൾക്ക് വരുന്ന അസുഖങ്ങളെ തടയാനായിട്ടും വൈറ്റമിൻ കെ വേണം. സ്ട്രോക്കിനെ തടയാനായിട്ടും വൈറ്റമിൻ കെ വേണം. നോക്കിയേ, ആ വൈറ്റമിൻ കെ അത്ര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഹാർട്ടിന്റെ ഉള്ളില് അതിന് പ്രാണവായും ന്യൂട്രിയൻസും കൊടുക്കുന്ന ആർട്ടറികൾക്ക് പോലും വേണ്ട സാധനമാണ് വൈറ്റമിൻ കെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ന്യൂട്രിചാർജ് വുമണില് ഒരു ദിവസം ഒരാൾക്ക് എത്ര വൈറ്റമിൻ കെ വേണോ, 55 മൈക്രോഗ്രാം ആണ് വേണ്ടെങ്കിൽ അത്രയും തന്നെ ഒരു ലേഡിക്ക് വേണ്ട അത്രയും തന്നെ നമ്മുടെ ന്യൂട്രിചാർജ് വുമണില് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട്. സല്യൂട്ട് അല്ലെ, നമ്മളത് സല്യൂട്ട് ചെയ്യേണ്ടതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് TC ചാബ്രാജിനെയും അതുപോലെ RCM എന്നുള്ളൊരു പ്രസ്ഥാനം നമ്മളുടെ കയ്യിലേക്ക് തന്ന ഓരോരുത്തരെയും ഞാൻ നോബിൾ സാറിനെ ഈ സമയം വീണ്ടും നന്ദിയോടെ ഓർക്കുവാണ്. ഒപ്പം തന്നെ ഇതിൽ പിടിച്ചു നിർത്തുന്ന ലീഡേഴ്സിനെ. കാരണം ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോഴും വായിക്കുമ്പോഴുമാണ് നമ്മൾക്ക് കിട്ടിയ അമൂല്യ സ്വത്തിനെ നമ്മളൊന്ന് മനസ്സിലാക്കുന്നത്. ഇനി അടുത്തത് മഗ്നീഷ്യം. ഇതിനൊക്കെ ഓരോ വിശേഷണങ്ങൾ കൊടുത്തേക്കാണ്. ഹാർട്ടിന്റെ സ്പന്ദനത്തിന് റെഗുലേറ്റ് ചെയ്യുന്ന, ഹൃദയതാളം റെഗുലേറ്റ് ചെയ്യുന്നതാണ് മഗ്നീഷ്യം. കണ്ട് എത്ര നല്ല വിശേഷണമാണെന്ന് നോക്കിയേ. മഗ്നീഷ്യത്തിന് ഓൾറെഡി അതിൽ തന്നെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു എന്താണ് ഹൃദയതാളം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ബ്ലഡ് ഷുഗർ ബാലൻസ്, ഇതൊക്കെ നമുക്ക് ഹാർട്ടിന്റെ ഡിസീസിലേക്ക് വരും. ഡയബറ്റീസ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിലേക്ക് അത് ബാധിക്കും, ഇതൊക്കെ നമുക്കറിയാം. അപ്പൊ അത് എത്ര വേണമെന്ന് നോക്കിയേ, 370 മില്ലിഗ്രാം വേണം നമുക്ക് മഗ്നീഷ്യം ഫുഡിക്കട നമുക്ക് കുറേയും കൂടെ കിട്ടുന്നത് കൊണ്ട് അതിനൊരു വളരെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നമുക്ക് വേണ്ട ഒരു ലിമിറ്റഡ് അളവിൽ ന്യൂട്രിചാർജ് വുമണിൽ നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങാനും അതുപോലും ഇല്ലാത്തവർക്ക് അത് കിട്ടട്ടെ എന്ന് കരുതി 75 മില്ലിഗ്രാം അതും ചേർത്തിട്ടുണ്ട്. ഇനി പൊട്ടാസ്യം, സോഡിയം ന്യൂട്രലൈസർ. സോഡിയം ആക്ച്വലി ഹൃദയത്തിന് വേണ്ടതാണ്, പക്ഷെ അവന്റെ അളവ് കൂടിയും കുറയും നമുക്ക് പ്രശ്നമുണ്ട്. അതിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് ഈ പറയുന്ന പൊട്ടാസ്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹാർട്ടിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് നമുക്ക് ആരെ വിളിക്കാം? പൊട്ടാസ്യത്തിനെ വിളിക്കാം. കാരണം ഈ ബ്ലഡ് പ്രഷർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സോഡിയം, ഉപ്പ്, ഈ കാര്യമൊക്കെ നമുക്ക് അറിയാം. സോ അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇവനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ, ഇവനെ ഒന്ന് പിടിക്കാനായിട്ട് ആരാ ഉള്ളത് ഇവിടെ? റെഗുലേറ്റ് ചെയ്യാൻ പൊട്ടാസ്യം അവിടെ ഉണ്ട്. സോ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ, അത് വേണ്ടത്ര രീതിയിലാക്കാൻ വേണ്ടിയിട്ട്, ഹാർട്ടിന്റെ ഫംഗ്ഷൻ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഹാർട്ടിന്റെ ബെസ്റ്റ് ചങ്ക് ബ്രോയാണ് ആര്? പൊട്ടാസ്യം. ദെൻ അടുത്തത് യൂറോപ്യൻ ഹാർട്ട് ജേണൽ. സാധാരണ അതിൽ അമേരിക്കൻ ഹാർട്ട് ജേണലാണ് പറയുന്നത്. ഇപ്പം യൂറോപ്യൻ ഹാർട്ട് ജേണലിൽ അവരും പറയുന്നുണ്ട് നല്ല രീതിയിൽ പൊട്ടാസ്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ 13% ഹാർട്ടോ അല്ലെങ്കിൽ സ്ട്രോക്ക് റിലേറ്റഡോ ഹാർട്ട് ഡിസീസോ അല്ലെങ്കിൽ സ്ട്രോക്കോ ഒക്കെ നമുക്ക് തടയാനായിട്ട് അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ട്, ആ റിസ്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. 3500 mg ആണ് അത് ഒരു ദിവസം വേണ്ടത്. പക്ഷെ ഫുഡിൽ ധാരാളം നമ്മൾ കഴിക്കുന്ന
വാഴപ്പഴം തുടങ്ങി സകല സാധനത്തിലും ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. സോ എന്നിരുന്നാൽ പോലും ഇതൊന്നും കഴിക്കാത്ത ആളിൽ പോലും കിട്ടട്ടെ എന്ന് കരുതി 40 mg മിനിമം, വളരെ മിനിമൽ ആയിട്ട് നമ്മളെ പിടിച്ചെടുത്താൻ വേണ്ട അത്രയും നമ്മളുടെ പൊട്ടാസ്യം ന്യൂട്രി ചാർജ് ഉമണിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് നോക്കി അടുത്തത് ഒന്ന് നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ അടുത്ത ആള് ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാ. ആരാ? ഹാർട്ടിന്റെ ഷീൽഡാണ്, കവചമായിട്ട് നിൽക്കുന്ന ആളാ. ആരാ അത്? ഈ ധാതു, ഈ മിനറലിന്റെ പേരെന്താണ്? സിങ്ക്. സിങ്ക് എന്നാ ചെയ്യണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഓർത്തിരുന്നിട്ടല്ല, എന്നാലും അത് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പോയിന്റ് നമ്മുടെ ഉള്ളിൽ കിടക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. 10-24 സ്റ്റഡീസിൽ പറയുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്ക് സപ്ലിമെന്റ് ചെയ്യുമ്പോ നമ്മുടെ ഫുഡിക്കടെ അധികം നമുക്ക് കിട്ടണുണ്ടോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല. സോ നമ്മൾ സിങ്ക് സപ്ലിമെന്റേഷൻ, അവിടെ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന പോർഷൻ ഒന്ന് വായിച്ചു നോക്കുക, നീല കളറിൽ. കുഡ് സിഗ്നിഫിക്കന്റ്ലി റെഡ്യൂസ് ലെവൽസ് ഓഫ് ടോട്ടൽ LDL, വേണ്ടാത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനായിട്ട് നമ്മളെ അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസ് പ്രിവെന്റ് ചെയ്യാനും ട്രൈഗ്ലിസറൈഡ് ഇതൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് ആര് വേണം? നമ്മുടെ കവചമായിട്ട് നിൽക്കുന്ന സിങ്ക് അവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ നോക്കിയേ, അത് 13.2 മില്ലിഗ്രാം ആണ് ഒരു ലേഡിക്ക് വേണ്ടതെങ്കിൽ ന്യൂട്രി ചാർജ് ഉമണിൽ അത് 10 മില്ലിഗ്രാം ന്യൂട്രി ചാർജ് ഉമണിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. കാൽഷ്യം വേണം നമുക്ക്, മസില് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ, എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഹാർട്ടിന്റെ മസിലെങ്കിൽ, ആ മസിൽ ചുരുങ്ങിയ നിവരെയൊക്കെ ചെയ്യാൻ കൺട്രാക്ഷൻ നടക്കണമെങ്കിൽ, അതുപോലെ ഹാർട്ടിന്റെ സ്പന്ദനം കൃത്യമായിട്ട് നടക്കണമെങ്കിലൊക്കെ എന്താണ്? ഈ കാൽഷ്യം കൃത്യമായിട്ട് കിട്ടണം, ഹാർട്ട് ബീറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിലൊക്കെ. അപ്പോ അതിന് നമ്മൾ അതുപോലെ തന്നെ ഹാർട്ടും അതുപോലെ തന്നെ മറ്റു ഓർഗനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ കാൽഷ്യം അവിടെ കൃത്യ അളവിൽ ഉണ്ടായിരിക്കണം. അതും കൂടെ നമ്മൾ നോക്കണം. അപ്പൊ 1 ഗ്രാം ഒരു ദിവസത്തിൽ നമുക്ക് വേണം. അത് നമ്മുടെ ഫുഡിക്കടെ നമ്മൾ എടുക്കുന്നുണ്ട് കാൽഷ്യം. അപ്പോ ന്യൂട്രി ചാർജ് ഉമണില് നമുക്ക് 200 മില്ലിഗ്രാം നമുക്ക് കിട്ടുന്നുണ്ട്. സോ അതും നമ്മളിൽ ഉണ്ട്. സോ നമ്മള് പലപ്പോഴും എല്ലിന്റെയും പല്ലിന്റെ ആരോഗ്യത്തിന് മാത്രം കാൽഷ്യം ചിന്തിക്കും. അപ്പൊ നമുക്ക് കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മൾ എല്ലിന്റെ ഒക്കെ പ്രത്യേകിച്ച് ചിന്തിക്കുമ്പോൾ, സന്ധികളിലേയും ചിന്തിക്കുമ്പോൾ നമ്മൾ ന്യൂട്രി ചാർജ് BJ-യിലേക്കും അതിന്റെ കൂടിയ അളവിലുള്ള കാൽഷ്യം ലെവലിലേക്കും പോകും. പക്ഷെ റെഗുലർ ആയിട്ട് നമുക്ക് റുട്ടീനായിട്ട് ദിവസേന നമ്മളുടെ പ്രവർത്തനങ്ങൾ നടക്കാൻ വേണ്ടതാണ് 1 ഗ്രാമെങ്കിലും ഒരു ദിവസം നമ്മുടെ ഉള്ളിൽ കാൽഷ്യം ചെല്ലണം എന്നുള്ളത്. അപ്പൊ ന്യൂട്രി ചാർജ് ഉമണിൽ നമുക്കത് 200 മില്ലിഗ്രാം നമ്മുടെ ഉള്ളിലേക്ക് നമ്മളത് കഴിക്കുമ്പോൾ ചെല്ലുന്നുണ്ട്. ഇനി അയൺ നമുക്ക് അറിയാം അല്ലെ, നമ്മുടെ പ്രാണവായു ഇതൊക്കെ നമുക്ക് അറിയാം, അതിനെ കൊണ്ടുപോകാനായിട്ടൊക്കെ ഹീമോഗ്ലോബിൻ ഇതൊക്കെ HB ഒക്കെ നമുക്ക് അറിയാം. അപ്പൊ ഓക്സിജനും മറ്റു ന്യൂട്രിയൻസും ഹാർട്ട് മസിലിലോട്ട് എത്തിക്കാനും മറ്റുള്ള സ്ഥലത്തേക്ക് ഓക്സിജൻ കൊണ്ടുപോകാനും ഹാർട്ട് റേറ്റ് റെഗുലേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് എന്താണ്, അതായത് ഹാർട്ട് റേറ്റ്, നമ്മുടെ ഹാർട്ടിന്റെ മിടിപ്പ് 72 അല്ലെ, പൾസ് ഒക്കെ നമ്മൾ നോക്കും. അതുപോലെ തന്നെ ഓക്സിജൻ എല്ലായിടത്തോട്ടും കൊണ്ടുപോകാനായിട്ട് ന്യൂട്രിയൻസ് ഹാർട്ട് മസിലിലേക്ക് എത്തിക്കാനൊക്കെ ആയിട്ടാണെങ്കിലും നമുക്ക് ഈ അയൺ വേണം. ഈ അയൺ നമുക്ക് 29 mg ഒരു ദിവസം നമ്മുടെ ഉള്ളിൽ ചെല്ലണം. അതിലെ 21 mg അയണും നമ്മൾക്ക് ന്യൂട്രി ചാർജ് ഉമണിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മൾ ന്യൂട്രി ചാർജ് ഉമൺ പഠിക്കുമ്പോൾ മിക്കവാറും പീരീഡ്സിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും അയണിന്റെ കാര്യത്തിൽ നമ്മൾ പറയുന്ന അനീമിക് കാര്യങ്ങൾ. അനീമിക്കും ഹാർട്ടിന്റെ ഡിസീസിലേക്ക് മാറാം, അനീമിയ വിളർച്ച വന്നു കഴിഞ്ഞാൽ. സോ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയേ, 21 mg അയൺ, അതിന്റെ പ്രത്യേകത നോക്കിയാൽ നമ്മുടെ ന്യൂട്രി ചാർജ് ഉമണിൽ അടങ്ങിയേക്കുന്ന ഫെറസ് ബിസ് ഗ്ലൈസിനേറ്റ് എന്നുള്ള ഫോമിലാണ്. എന്താ ഈ സാധനത്തിന്റെ പ്രത്യേകത? ചുമ്മാ അയൺ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് ദഹിക്കാവുന്ന രീതിയിലുള്ളതാണ് ഈ അയൺ. അതാണ് പലപ്പോഴും ചില അയൺ ഗുളിയൊക്കെ കഴിക്കുമ്പോൾ, പ്രഗ്നൻസി പീരീഡിലൊക്കെ കഴിക്കുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ അടക്കമുണ്ട് അല്ലെ. നമ്മൾ ഈ പറയുന്ന നമ്മളെ സംബന്ധിച്ച് ഇത്രയും 21 mg ഉണ്ടായിട്ട് പോലും നമ്മളുടെ ന്യൂട്രി ചാർജ് ഉമൺ കഴിക്കുമ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. ഏറ്റവും നല്ല രീതിയിൽ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നതാണ് ഏത്? ഈ അയണിന്റെ ഫെറസ് ബിസ് ഗ്ലൈസിനേറ്റ് എന്നുള്ള ഫോം. ആ ഫോമിലാണ് ന്യൂട്രി ചാർജ് ഉമണിൽ ഈ 21 mg അയണും അടങ്ങിയിട്ടുള്ളത്. അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ 3 ധാതു ലവണങ്ങളാണ് കോപ്പർ, മാംഗനീസ്, ക്രോമിയം. ഇവരൊക്കെ നമ്മളുടെ ബ്ലഡ് വെസൽസിന്റെ ഹാർട്ടിന്റെ ഒക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒത്തിരി പ്രവർത്തിക്കുന്നത്. എല്ലാം കൂടെ പറഞ്ഞിട്ടും കാര്യമില്ല. സോ നമ്മൾ അതൊന്ന് നോക്കുക. ഇനി അതുപോലെ സെലിനിയം ഹാർട്ടിന്റെ വേറൊരു ഗാർഡിയനാണ്.
ഗാർഡിയനാണ്, സംരക്ഷകനാണ് സെലിനിയം. സെലിനിയം പഴയ കാലത്ത് കേട്ടിട്ടുണ്ട്, മത്തേല കഴിച്ചാൽ കിട്ടൂന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അല്ലാതെ വലിയ കാര്യമായിട്ട് സെലിനിയം കിട്ടുന്ന സോഴ്സ് ഒന്നും പഴയ കാലത്ത് കേട്ടിട്ടില്ല. പിന്നീട് എനിക്ക് അറിയത്തില്ല ഡയറ്റിൽ നിന്ന് എങ്ങനെ കിട്ടൂന്നുള്ളത്. സോ നമ്മളെ സംബന്ധിച്ച് ഈ പറയുന്ന ഹാർട്ട് റിലേറ്റഡ് ഇഷ്യൂസ്, അതായത് എന്താ പറയുന്നത്, കൊഴുപ്പടിഞ്ഞു കൂടുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കുറയ്ക്കാനായിട്ട് സെലിനിയം അടങ്ങിയ ഫുഡ് കഴിക്കണം എന്നാണ് ഇതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നതെങ്കിൽ നമ്മളൊന്ന് നോക്കി നോക്കിയേ, ഈ നമ്മളെ ന്യൂട്രിചാർജ് ഉമണിൽ ഇത് ആവശ്യത്തിന് അടങ്ങിയിട്ടുണ്ടോ ഇല്ലയോ നോക്കി നോക്കിയേ. ഇത് കോപ്പറും മാംഗനീസും ക്രോമിയവും സെലിനിയും എത്ര വേണം എന്നുള്ളത് നോക്കിയേ. 1.7, 4, 50, 40 ഈ അളവുകൾ, 4 അതുപോലെ തന്നെ 50, 40 ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോ നോക്കിയേ, കോപ്പർ 1.7 ആണ് നമുക്ക് ഒരു ദിവസം വേണ്ടെങ്കിൽ 1.35 നമ്മൾ ന്യൂട്രിചാർജ് ഉമൺ കഴിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. മാംഗനീസ് 4 വേണ്ടെങ്കിൽ അതിന്റെ പകുതിയോളം നമുക്ക് ന്യൂട്രിചാർജ് ഉമൺ കഴിക്കുമ്പോൾ കിട്ടിക്കഴിഞ്ഞു. അതുപോലെ ക്രോമിയം 50 വേണ്ടെങ്കിൽ അതിനകത്ത് 33 മൈക്രോഗ്രാം വരെ നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടിക്കഴിഞ്ഞു. കണ്ടോ, ക്രോമിയം 50 മൈക്രോഗ്രാം മതി, പക്ഷെ നമുക്ക് അതിനകത്ത് 33 മൈക്രോഗ്രാം ന്യൂട്രിചാർജ് ഉമണിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. സെലിനിയം മൊത്തത്തിൽ കിട്ടി. ശരിയാ, പഴയ കാലത്ത് കേട്ട കഥ അപ്പൊ ശരിയാണ്. നമുക്ക് അങ്ങനെ സെലിനിയം കിട്ടാനുള്ള ചാൻസ് കുറവായതുകൊണ്ടായിരിക്കാം ന്യൂട്രിചാർജ് ഉമണിൽ ഈ സെലിനിയം വേണ്ടത്ര അളവ് എത്രയാണോ വേണ്ടത് ഒരു ദിവസം, അത്രയ്ക്കും തന്നെ നമ്മളുടെ ന്യൂട്രിചാർജ് ഉമണിൽ അടങ്ങിയേക്കുന്നത്. ആ സെലിനിയത്തിനെ എന്താ വിശേഷിപ്പിച്ചിരുന്നെന്ന് നോക്കിയാൽ ഹാർട്ടിന്റെ ഗാർഡിയനാണ്. ഈ ഗാർഡിയനെയാണ് നിങ്ങൾ ഒരു ദിവസം ന്യൂട്രിചാർജ് ഉമൺ കഴിച്ചില്ലെങ്കിൽ കൊടുക്കാതിരിക്കുന്നത്. ഹാർട്ടിനോട് ചെയ്യുന്ന ഒരു അപരാധമാണത്. സോ അപ്പൊ ഇനി നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കാണ് ഹാർട്ട് ഡിസീസിന്റെ റിസ്ക് ഫാക്ടർ ഏതൊക്കെയാണ്. ഹാർട്ട് ഡിസീസ് വരാനുള്ള ഒരു കാരണം ഹൈ ബ്ലഡ് പ്രഷറാണ്. അപ്പോ ഏതൊക്കെ മിനറൽ അതിന് സഹായിക്കുന്നത്, ജസ്റ്റ് ഒന്നോടെ പോവാണ്. കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പൊ എന്താണ്, ബ്ലഡ് പ്രഷർ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ട 3 മിനറൽസ് കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം ഉണ്ടല്ലോ അല്ലെ നമ്മളുടെ ന്യൂട്രിചാർജ് ഉമണില്. ദെൻ ഹാർട്ടിന്റെ സ്പന്ദനം കറക്റ്റ് രീതിയിൽ കൊണ്ടുപോകാനായിട്ട് വേണ്ടതാണ് കാൽഷ്യം, പൊട്ടാസ്യം, സോഡിയം, മഗ്നീഷ്യം ഉണ്ടല്ലോ അല്ലെ. സോഡിയം നമുക്ക് ഫുഡിൽ കൂടെ ധാരാളം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കാൽഷ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യവും നമ്മുടെ ന്യൂട്രിചാർജ് ഉമണിൽ ഉണ്ടല്ലോ അല്ലെ. അടുത്തത് നോക്കിയേ, ഭയങ്കര നീർക്കെട്ട് വന്നു കഴിഞ്ഞാൽ ഹാർട്ട് ഡിസീസിലേക്ക് പോകാം. ഓട്ടോമ്യൂൺ ഡിസോർഡർ ആണ്. അപ്പൊ അതിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന സിങ്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് ഷീൽഡ് ആണെന്ന് പറഞ്ഞു. സെലിനിയം ഗാർഡിയനാന്ന് പറഞ്ഞു. കോപ്പർ, മാംഗനീസ്, അയൺ ഇവരുടെ ഒക്കെ ഇമ്പോർട്ടൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെ എന്തിനും കൂടെ സഹായിക്കും, ഇൻഫ്ലമേഷൻ ഉണ്ടാവാതെ നോക്കും. ഉണ്ടായി കഴിഞ്ഞാൽ അത് ഹാർട്ട് ഡിസീസിലേക്ക് ലീഡ് ചെയ്യാം. അതുകൊണ്ട് എന്താണ്, ഈ മിനറൽസ് ഒക്കെ അത്യന്താപേക്ഷിതമായിട്ട് നമ്മുടെ ഫുഡിൽ കൂടെ ന്യൂട്രിയൻസ് ആയിട്ട് കിട്ടേണ്ടതാണ്. നമുക്ക് നമ്മുടെ ഫുഡിൽ അത് ഇല്ലാന്നുണ്ടെങ്കിൽ പോലും നമ്മൾ മേടിക്കേണ്ട, ന്യൂട്രിചാർജ് ഉമൺ കൃത്യമായിട്ട് എടുത്താൽ മതി. അത് മറ്റുള്ളവർക്ക് കൊടുക്കാനും കൂടെ നമ്മൾ ശ്രമിച്ചാൽ വലിയൊരു നന്മയാണ് നമ്മൾ ചെയ്യണത്. അതുപോലെ ബ്ലഡ് ക്ലോട്ടിങ്, രക്തം കട്ട പിടിക്കുന്നത് ഭയങ്കര നല്ലത്. ഒരു മുറിവുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉണങ്ങാനായിട്ട് രക്തം കട്ട പിടിച്ചേ പറ്റുള്ളൂ. പക്ഷേ ബ്ലഡ് ക്ലോട്ടിങ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഹാർട്ടിന്റെ ഉള്ളിലേക്ക് ബ്ലഡ് ക്ലോട്ടുകളൊക്കെ ചെല്ലുക, അതിന്റെ കൊറോണറി ആർട്ടറി ഞാൻ പറഞ്ഞില്ല, ഹാർട്ടിന്റെ ഉള്ളിലുള്ള ആർട്ടറികളിലേക്കൊക്കെ ചെല്ലുക, തലച്ചോറിലേക്കൊക്കെ ചെല്ലുമ്പോഴാണ് ഈ അറ്റാക്കും സ്ട്രോക്കും ഒക്കെ വരുന്നത്. അപ്പോ അതിനെ തടയാനായിട്ട് കാൽഷ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം, ബ്ലഡ് ക്ലോട്ടുകളെ തടയാനായിട്ട് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അതിനെ സീരിയസ് ഹെൽത്ത് ഇഷ്യൂസിലേക്ക് നീങ്ങാതെ ബ്ലഡ് ക്ലോട്ടിങ് ഇല്ലാണ്ടിരിക്കാനായിട്ട്, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്കിനെയൊക്കെ തടയാൻ വേണ്ടി കാൽഷ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം വേണ്ടതാണ്. ഇനി എപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ള ഓർഗനാണ്, ഒത്തിരി എനർജി അവന് വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊക്കെ മിനറൽ അത്യാവശ്യം, കോപ്പർ, അയൺ, മഗ്നീഷ്യം, പൊട്ടാസ്യം, സെലിനിയം ആവശ്യമാണ്. ഇനി ലൈക്കോപ്പിൻ നമ്മൾ തക്കാളിയിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയാം, അത് ഒത്തിരി ക്ലിനിക്കൽ സ്റ്റഡീസ് പറഞ്ഞിട്ടുണ്ട് ബ്ലഡ് പ്രഷറിനെ ലോവർ ചെയ്യാനായിട്ട്, അതായത് ബ്ലഡ് പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട്, ഹൈ ആയിട്ട് നിൽക്കുന്നവർക്ക് അത് നോർമലിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ലൈക്കോപ്പിൻ ഭയങ്കര നല്ലതാണ്. അതുപോലെ CRP ചിലരിൽ കൂടി നിൽക്കും. CRP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഒക്കെ ഉള്ളവരിൽ അവര് ബ്ലഡ് ടെസ്റ്റ് നടത്തുമ്പം CRP നോക്കാൻ പറയും. ആ CRP എനിക്ക് തോന്നുന്നു 5-ന് മേലെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, 5ആണെന്ന് എനിക്ക് തോന്നുന്നത്, അതിന്റെ മേലെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടെന്നുള്ളതിന്റെ ഒരു മാർക്കാണ്. അപ്പം അത് കാർഡിയാക് ഇൻഫ്ലമേഷൻ, ഹൃദയത്തിന്റെ വീക്കത്തിലേക്കും അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനെയും ബാധിക്കുന്നതാണ്. അപ്പൊ അതിനെ തടയാനും, ഏതിനെ തടയാൻ, ഈ പറയുന്ന ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യാനും, CRP കൂടി പോവാതെ, അതായത് ഇൻഫ്ലമേഷൻ ഉണ്ടാവാതിരിക്കാനും ഏതാണ്, ലൈക്കോപ്പിൻ എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റ് ന്യൂട്രിചാർജ് ഉമണിലുണ്ട്. ഒപ്പം തന്നെ ഗ്രീൻ ടീ ഉണ്ട്. ദെൻ മറ്റ് കോഎൻസൈംസ്, പ്ലാന്റ് സ്റ്റിറോൾസ് അത് വിട്ടേക്കുക, കാരണം അത് ഓരോ സ്റ്റഡീസ് ആണ്. ദെൻ omega-3 ഫാറ്റി ആസിഡ് നമുക്ക് പരിചയം ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം, നമ്മളുടെ ന്യൂട്രിചാർജ് വെജ് ഒമേഗ. അപ്പം omega-3 ഫാറ്റി ആസിഡ് സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ 3 തരം ഉണ്ട്, ALA, EPA, DHA.
DHA നമുക്ക് പരിചയമുണ്ട് അല്ലെ. DHA എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് ആണ് ന്യൂട്രിചാർജ്. DHA ഉള്ളതുകൊണ്ട് അത് omega-3 ഫാറ്റി ആസിഡിന്റെ ഒരു ഫോം ആണ്. അത് നമുക്ക് അതിനെ കറക്റ്റ് വേയിൽ നമുക്കറിയാം. ബാക്കി രണ്ടുമാണ് നമുക്ക് ഇച്ചിരി പരിചയക്കുറവ്. എന്താണ് ഈ പറയുന്ന ALA, ഈ പറയുന്ന omega-3 ഫാറ്റി ആസിഡിലെ ALA സഹായിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല കൊഴുപ്പാ. നല്ല കൊഴുപ്പ് ഹാർട്ടിനും വേണം. ഹാർട്ടിന് വരുന്നതും ധമനികൾക്ക് വരുന്നതുമായ ഡിസീസിനെ കുറയ്ക്കാനായിട്ട് ആര് സഹായിക്കും? ഇത്രയും നേരം നമ്മൾ കേട്ടോണ്ടിരുന്ന ആരെയൊക്കെയായിരുന്നു? മിനറൽസും വൈറ്റമിൻസും ആയിരുന്നു. ഇപ്പൊ നമ്മൾ കേൾക്കണത് ആരെയാ? നല്ല കൊഴുപ്പിനെ, omega-3 ഫാറ്റി ആസിഡിനെയാണ് കേൾക്കുന്നത്. അപ്പൊ മൂന്നാമത്തെ ഒരു മൈക്രോ ന്യൂട്രിയന്റ് ആണ് ഇപ്പൊ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് അല്ലെ. മൈക്രോ ന്യൂട്രിയന്റ് എന്ന് ഞാൻ പറയില്ല, മൂന്നാമത്തെ ന്യൂട്രിയന്റ് ആണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. ഏതാണ്? omega-3 ഫാറ്റി ആസിഡ്. അത് ബ്ലഡ് പ്രഷർ കുറയ്ക്കും, വീക്കം അതായത് ഇൻഫ്ലമേഷൻ കുറയ്ക്കും, അതുപോലെ തന്നെ കൊളസ്ട്രോള് കറക്റ്റ് വേല് നിർത്തും. അതായത് HDL വേണ്ടത്ര അളവിൽ LDL കുറച്ചിരിക്കുക, HDL കൂടിയിരിക്കുക, ട്രൈഗ്ലിസറൈഡ് കറക്റ്റ് അളവിൽ ഇരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് ALA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ omega-3 ഫാറ്റി ആസിഡിന്റെ ഒരു രൂപം സഹായിക്കും. അതുപോലെ തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ്, വീക്കം ഉണ്ടെങ്കിൽ വീക്കം കുറയ്ക്കാനായിട്ട് സഹായിക്കും ബോഡിക്കകത്ത്. അപ്പൊ ഈ ക്രോണിക് ഇൻഫ്ലമേഷൻ നമുക്ക് ബോഡിക്കകത്ത് പ്രശ്നം നീണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഹാർട്ടിലേക്കും വരാം. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഡയബറ്റിസ്, ക്യാൻസർ ഒക്കെ നിങ്ങൾ മാറ്റി വെക്കുക. ഇപ്പൊ ഹാർട്ടിന്റെ കാര്യം മാത്രം ശ്രദ്ധിക്കുമ്പോൾ ക്രോണിക് ഇൻഫ്ലമേഷൻ, അതായത് ഭയങ്കരമായ ബോഡിയിൽ നീർവീക്കവും പ്രശ്നങ്ങളും ഒക്കെ ആണെങ്കിൽ അത് ഹൃദയാരോഗ്യത്തെയും ബാധിക്കാം. നമ്മൾ ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അടുത്തത് omega-3 നമുക്ക് എത്ര വേണം എന്നുള്ളത് നമ്മൾ ഇതിനകത്ത് ഒരു ലേഡിക്ക് 1.1 ഗ്രാം നമ്മൾക്ക് പെർ ഡേ വേണം എന്നുള്ളതാണ്. ഏത്? ALA എന്ന് പറയുന്ന omega-3 ഫാറ്റി ആസിഡ് വേണം എന്നുള്ളതാണ് പഠനങ്ങളിലൂടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മളുടെ ന്യൂട്രിചാർജ് വെജ് ഒമേഗയിലും ഈ ALA അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ന്യൂട്രിചാർജ് വെജ് ഒമേഗ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഇതുകൊണ്ട് എന്താ ഗുണം എന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? കൊളസ്ട്രോളില് നമുക്കറിയാം അതിനകത്ത് ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കാനായിട്ടും കൊളസ്ട്രോള് വേണ്ടത്ര അളവിൽ മാത്രം നിലനിർത്താനായിട്ടും അത് മുഖാന്തിരം ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും തടയാനായിട്ടും അതുപോലെ രക്തധമനികളില് കൊഴുപ്പടിഞ്ഞു കൂടുന്നത് തടയാനായിട്ടും എന്ത് സഹായിക്കും? ന്യൂട്രിചാർജ് വെജ് ഒമേഗ സഹായിക്കും. അപ്പൊ കൊളസ്ട്രോള്, അതുപോലെ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, അതുപോലെ ഹൃദയധമനികളില് കൊഴുപ്പടിഞ്ഞു കൂടുന്നതിനെ തടയുക. അപ്പോ ഒപ്പം തന്നെ നമ്മൾ ആന്റി ഓക്സിഡന്റ് നമ്മൾ ഒപ്പം കൊണ്ട് നടക്കേണ്ടതാണ് എന്ത്? ഗാമോറൈസിനോള്. നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒപ്പം തന്നെ നമ്മളുടെ കുക്കിംഗ് മീഡിയം എപ്പോഴും ഹെൽത്ത് ഗാർഡ് എന്ന് തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. റൈസ് ബ്രാൻ ഓയിലും. അപ്പൊ എന്താ ഗുണം ഗാമോറൈസിനോൾ ഉണ്ടെങ്കിൽ? നമ്മളുടെ LDL അതായത് ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോളിനെ കൂട്ടിയെടുക്കാനും ഹാർട്ടിന് ഡാമേജ് ഉണ്ടാവാതിരിക്കാനും. അതുപോലെ അതിനകത്ത് സ്റ്റഡി കിടപ്പുണ്ട്. അതിപ്പം ഞാനത് അലൈൻ ചെയ്തു വന്നപ്പോ കാണാവോ നിങ്ങൾക്ക്? ഞാനൊന്ന് ഉണ്ട്, മാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ? ഒരു ബ്ലൂ ഇതിൽ മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ? അതാണ് ഹാർട്ടിന് വേണ്ടിയിട്ട്. എന്നാന്ന് എനിക്ക് കറക്റ്റ് വായിക്കാൻ കിട്ടുന്നില്ല. ബ്ലഡ് സ്റ്റഡീസ് കൊളസ്ട്രോള് കുറയ്ക്കുന്നത് എങ്ങനെയാന്നുള്ളതിന്റെ സ്റ്റഡി, അതായത് ഗാമോറൈസിനോൾ എങ്ങനെയാ ഹെൽപ്പ് ചെയ്യുന്നതിനുള്ള സ്റ്റഡിയാണ് കിടക്കുന്നത്. വേണ്ടവർ അതെടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗാമോറൈസിനോൾ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത സാധനം, ഒരു സൈഡ് എഫക്റ്റും ഇല്ല. പല സ്ഥലങ്ങളിലും ഡ്രഗ് ആയിട്ട്, അതായത് മെഡിസിൻ ആയിട്ട് കൊടുക്കുന്നു, പല കാരണങ്ങൾക്ക് മെഡിസിൻ ആയിട്ട് കൊടുക്കുന്നു. നമ്മുടെ ഇവിടെ അത് ന്യൂട്രാസ്യൂട്ടിക്കൽ ആയിട്ട് നമ്മൾക്ക് ഫുഡിലൂടെ കിട്ടാത്ത ആന്റി ഓക്സിഡന്റ് പഴയ കാലത്ത് തവിടൊക്കെ കഴിക്കുമ്പോൾ കിട്ടിയിരുന്നതാ. പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല. അപ്പോ അത് നഷ്ടപ്പെട്ടു പോയ, എസ്പെഷ്യലി കേരളക്കാർക്ക് നഷ്ടപ്പെട്ടു പോയ ആ തവിടിൽ നിന്നുള്ള അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ന്യൂട്രിയന്റ് ആന്റി ഓക്സിഡന്റ്, ആ ആന്റി ഓക്സിഡന്റ് ഗാമോറൈസിനോള് നമ്മളുടെ കയ്യിലുണ്ട്. നമ്മൾ അതിനെ ഉപയോഗിക്കുക. അപ്പൊ എത്ര സാധനങ്ങൾ ആയി? നമ്മള് വൈറ്റമിൻസ്, മിനറൽസ്, അതുപോലെ തന്നെ omega-3ക്കുള്ള എന്താണ് നമ്മളുടെ വെജ് ഒമേഗ, ദെൻ ഗാമോറൈസിനോള്, റൈസ് ബ്രാൻ ഓയിൽ, ഇതെല്ലാം നമ്മളുടെ ഹാർട്ടിനെ ഹെൽപ്പിനെ സഹായിക്കും. അപ്പം ഹാർട്ടിന്റെ ഹെൽത്തിനെ സഹായിക്കും, അതുപോലെ രക്തധമനികളിനെ സഹായിക്കും. അപ്പൊ നിങ്ങളൊന്ന് നോക്കിയേ, ന്യൂട്രിചാർജ് ഉമൺ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് വേണ്ട ഈ വൈറ്റമിൻസും മിനറൽസും, ഒപ്പം അതുപോലെ തന്നെ നമ്മൾ ലൈക്കോപ്പിൻ, ഗ്രീൻ ടീ ഒക്കെ കേട്ടു, അങ്ങനത്തെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കണ്ടന്റുകളും ന്യൂട്രിചാർജ്
ഉമ്മൺ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അത്രയേറെ ഇടതടവില്ലാതെ പണിയെടുക്കുന്ന ഹാർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സമ്മാനമായിട്ട് ന്യൂട്രിചാർജ് ഉമ്മണിനെ നമ്മൾ കാണുക, വെജ് ഒമേഗനെയും നമ്മൾ കാണുക, അതുപോലെ തന്നെ ഗാമോ റൈസിനോളെയും കാണുക. നമ്മളുടെ വീട്ടിലെ കുക്കിംഗ് മീഡിയം ആയിട്ട് റൈസ് ബ്രാൻ ഓയിൽ ഉപയോഗിക്കുക. നമ്മളുടെ ഓരോരുത്തരുടെയും ഹാർട്ട് സുരക്ഷിതമായിരിക്കട്ടെ. 2021 മുതൽ ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് കൂടുതലാണെന്നുള്ളത് തിരുത്തി എഴുതാനായിട്ട് RCMലെ ഓരോരുത്തരും ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കും. 1995 പ്രവചനം ഇപ്പൊ ശരിയായെങ്കിൽ നമുക്കത് നമ്മളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ രൂപാന്തരണ യാത്ര അതുപോലെയുള്ള ഓരോ കാര്യങ്ങളിലൂടെ നമ്മളെ കൂടുതൽ അറിയുകയാണ് ആളുകൾ അറിയുകയാണ്. അപ്പൊ അതിലൂടെ എല്ലാം നമ്മൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ അവയർനെസ് എല്ലാവരിലോട്ടും എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഈ പഠനങ്ങളെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ സ്റ്റഡീസിനെ ബേസ് ചെയ്തിട്ട് ഇനി അങ്ങോട്ട് സ്ത്രീകൾക്ക് ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ കൂടുവാന്നുള്ളതിന് പകരം ഇതെല്ലാം ഉപയോഗിക്കാൻ എല്ലാവരെയും പഠിപ്പിച്ചു കൊടുത്ത് ഹാർട്ടിന്റെ ഡിസീസ് കുറച്ച് നല്ല ആരോഗ്യമുള്ള ഒരു ഹാർട്ടോട് കൂടി, അതില്ലെങ്കിൽ തീർന്നു. അപ്പൊ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവാനായിട്ട് നമ്മൾ വിചാരിച്ചാൽ സാധിക്കും. ഇത്രയേ ഉള്ളൂ നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ചോയ്സ് എന്താണ്? അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കേണ്ടത് എന്താ നിങ്ങളുടെ ചോയ്സ്? ആൻജിയോപ്ലാസ്റ്റി വേണോ? ഹാർട്ടിന് പ്രശ്നം വന്നിട്ട്, അതായത് ഈ സ്റ്റെന്റ് ഇടുന്ന പരിപാടി, പെട്ടെന്ന് പ്രശ്നം വരുന്നു, കുഴഞ്ഞു വീഴുന്നു, അല്ലെങ്കിൽ ആപ്പാടെ നെഞ്ചുവേന വരുന്നു, ആശുപത്രി കൊണ്ടുപോകുന്നു, ആൻജിയോഗ്രാം ചെയ്യുന്നു, ആൻജിയോപ്ലാസ്റ്റി അപ്പൊ തന്നെ ഇടുന്നു. മിനിമം ഒരു സ്റ്റെന്റെങ്കിലും ഇടുകയാണെങ്കിൽ അതിന് വരുന്ന ചെലവ് 1,75,000 രൂപ. ഞാൻ കുറച്ച് എഴുതിയേക്കണേ, 1,75,000 രൂപ വാടിക്കിടക്കാണെങ്കിൽ ഒരു സ്റ്റെന്റ് ഇടണമെങ്കിൽ. അതായത് ഹാർട്ടില് ഹൃദയധമനിയിൽ ബ്ലോക്ക് ഒക്കെ വരുമ്പം പിന്നെ ആ ബ്ലോക്കിനെ കളഞ്ഞേച്ച് എന്നിട്ട് അവിടെ ഒരു സ്റ്റെന്റ് ഇട്ട് വെക്കും. കാരണം ആ രക്തധമനിക്ക് ഇച്ചിരി ഒരു ബലം കിട്ടാൻ അവിടെ ഒരു സ്റ്റെന്റ് ഒക്കെ ഇട്ട് വെക്കും. അതുപോലെ എത്ര സ്റ്റെന്റ് ഇടണം എന്നുള്ളത് എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് നോക്കിയിട്ടാണ്. അപ്പൊ ഒരു സ്റ്റെന്റ് മാത്രമാണെങ്കിൽ വരുന്ന ചെലവാണ് 1.25 ലക്ഷം രൂപ. ഇനി സ്റ്റെന്റ് അങ്ങനത്തെ പരിപാടിക്കൂടെ ഒന്നും ഇത് നടക്കില്ല. ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയ വേണമെങ്കിൽ വേണ്ടത് 3.25 ലക്ഷം രൂപയാണ് മിനിമം. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ മരുന്ന് ലൈഫ് ലോങ് നമ്മൾ കഴിക്കേണ്ടതുണ്ട്. ആദ്യത്തെ 6 മാസം കുറച്ച് കൂടിയ അളവിൽ കഴിക്കണം. അതിനുശേഷം പിന്നെ ഇഞ്ചക്ഷൻസ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതിനുശേഷം ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്റ്റെന്റ് അങ്ങനെ ഓരോ ഇതിന് വെച്ചിട്ട് മിനിമം 1,500 അല്ലെങ്കിൽ 2,000 രൂപയുടെ മരുന്ന് പെർ മന്ത് നമ്മൾ കഴിക്കണം. അത് കഴിക്കാൻ മറക്കൂല. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കാൻ മറക്കൂല. പിന്നെ നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റങ്ങൾ, നമ്മളുടെ ജോലി ചെയ്യാനുള്ള അതൊക്കെ ഒരു വഴിക്കൊക്കെ പോട്ടെ. ഈ ഒരു ചോയ്സ് ആണോ നിങ്ങൾക്ക് വേണ്ടത്? അതോ ദിവസവും ന്യൂട്രിചാർജ് ഉമ്മൺ എടുക്കുക, ന്യൂട്രിചാർജ് വെജ് ഒമേഗ എടുക്കുക, ഗാമോ റൈസിനോൾ 2 നേരം എടുക്കുക, അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു 930 PV ഫ്രീ പ്രൊഡക്റ്റും സ്വന്തമായിട്ട് ആണോ വേണ്ടത്? ചിന്തിക്കുക, ആലോചിക്കുക, എന്ത് വേണമെന്ന് അവനോ തീരുമാനിക്കുക. അപ്പോ എല്ലാവർക്കും നല്ലൊരു ആരോഗ്യമുള്ള, ഹൃദയാരോഗ്യം മാത്രമല്ല മനസ്സിനും ശരീരത്തിനും എല്ലാം ആരോഗ്യമുള്ള നല്ലൊരു ജീവിതശൈലി ഉണ്ടാവട്ടെ. RCM അതിനെ സഹായിക്കട്ടെ. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്ന ബിനു സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇത്ര നേരം കേട്ടിരുന്ന ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് RCM, ജയ് RCM.